Dear students, welcome to Focus Area Revision of a new chapter. That is, today we are going to discuss the fourth chapter of 10th Mathematics, that is second degree equations. ഒരു സെക്കൻഡ് ഡിഗ്രി ഇക്വേഷൻസ് എന്ന് പറയുന്ന ചാപ്റ്ററിൽ നമ്മൾ രണ്ട് ഐഡിയാസ് ആണ് ആക്ച്വലി നമ്മൾ പഠിച്ചിട്ടുള്ളത്. The first one, how to solve a second degree equation, and we have two methods to solve a second degree equation. The first method is completing the square method or perfect square method, and the second method is quadratic formula. The second one, രണ്ടാമതായിട്ട് നമ്മൾ ചാപ്റ്ററിൽ പഠിച്ചിട്ടുണ്ടായിരുന്നത് to form a second degree equation using അല്ലെങ്കിൽ from a practical situation. ഏതെങ്കിലും ഒരു ഡാറ്റ തന്നിട്ടുണ്ടാകും, ആ ഡാറ്റയിൽ നിന്ന് നമ്മളൊരു സെക്കൻഡ് ഡിഗ്രി ഇക്വേഷൻ ഫോം ചെയ്യാം. ഈ രണ്ടാണ് നമ്മൾ പഠിച്ചത്. നമുക്ക് ഫോക്കസ് ഏരിയയിൽ എന്തൊക്കെയാണ് ഈ ചാപ്റ്ററിൽ ഡിസ്കസ് ചെയ്യുന്നത് നമുക്ക് നോക്കാം. ഓക്കെ, ഫോമിങ് എ സെക്കൻഡ് ഡിഗ്രി ഇക്വേഷൻ ഫോം ചെയ്യുന്നത്. അപ്പോൾ ചാപ്റ്റർ ഒരു ഏകദേശ ഭാഗമൊക്കെ ആയി. അതിലൊരു സ്പെഷ്യലൈസ് ചെയ്തൊരു കാര്യം പറഞ്ഞിട്ടുണ്ട്, സ്ക്വയറിംഗ് പ്രോബ്ലംസ് റിലേറ്റഡ് ടു ഏരിയ ആൻഡ് പെരിമീറ്റർ ഓഫ് റെക്ടാങ്കിൾസ്. ഓക്കെ, സ്ക്വയറിംഗ് പ്രോബ്ലംസ് related to area and perimeter of rectangles. Solving second degree equations, square completion method. Completing the square method അല്ലെങ്കിൽ square completion method, perfect square method എന്നൊക്കെ പേരിൽ അറിയപ്പെടുന്ന മെത്തേഡ്. അതിനൊന്ന് ഫോക്കസ് ചെയ്യാനും കൂടി പറഞ്ഞിട്ടുണ്ട്. സോ ഇത്രയാണ് ഫോക്കസ് ഏരിയയിൽ പറഞ്ഞത് എങ്കിലും ഈ പറഞ്ഞ ഹെഡിങ്ങിലൂടെ തന്നെ ഇത് ചാപ്റ്റർ മൊത്തം കവർ ചെയ്യും. ഓക്കെ, ചാപ്റ്ററിൻ്റെ ഓൾമോസ്റ്റ് കണ്ടന്റുകൾ മൊത്തം ഉണ്ട് എന്നർത്ഥം. ഞാൻ പറഞ്ഞിരുന്നു, നമ്മുടെ സ്റ്റാർട്ടിങ് ചാപ്റ്റേഴ്സിലുള്ള ഓൾമോസ്റ്റ് കണ്ടന്റുകൾ നമുക്ക് ഫോക്കസ് ഏരിയയിൽ ഉണ്ട്. ഓക്കെ, എന്നാൽ ഈ ഒരു ചാപ്റ്ററിൽ നിങ്ങൾ പ്രതീക്ഷിക്കേണ്ടത്, കൃത്യമായി നിങ്ങൾ പഠിച്ചിരിക്കേണ്ടത്, ഒരു സെക്കൻഡ് ഡിഗ്രി ഇക്വേഷനെ സോൾവ് ചെയ്യാനുള്ള മെത്തേഡ് പെർഫെക്റ്റ്ലി ക്ലിയർ ആയിരിക്കണം. നമുക്ക് ആദ്യം അത് ഡിസ്കസ് ചെയ്യാം. ഓക്കെ, ഇപ്പോൾ ഒരു സെക്കൻഡ് ഡിഗ്രി ഇക്വേഷൻ എടുക്കുകയാണെങ്കിൽ, ഫോർ എക്സാമ്പിൾ എക്സ് സ്ക്വയർ പ്ലസ് 8x പ്ലസ് 15. നമ്മൾ ഈ ചാപ്റ്ററിൽ പഠിച്ചിട്ടുള്ളത് രണ്ട് മെത്തേഡ്സ് ആണ്. ഒരു മെത്തേഡ് എന്ന് പറയുന്നത് സ്ക്വയർ കംപ്ലീഷൻ മെത്തേഡാണ്. അറിയാത്തവരുണ്ടെങ്കിൽ ശ്രദ്ധിക്കാം, എങ്ങനെയാണ് സ്ക്വയർ കംപ്ലീഷൻ മെത്തേഡിലൂടെ ഇതിനെ സോൾവ് ചെയ്യുക എന്നുള്ള കാര്യം. സ്ക്വയർ കംപ്ലീഷൻ മെത്തേഡിൽ ഒരു ഇക്വേഷനെ സോൾവ് ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് 3 സ്റ്റെപ്പാണ് പെർഫെക്റ്റ്ലി ഫോളോ ചെയ്യേണ്ടത്. The first step, the coefficient of x square must be 1. x square ന്റെ coefficient 1 ആയിരിക്കണം. That means ഇവിടെ ഒന്നും ഉണ്ടാകാൻ പറ്റില്ല, വേറെ നമ്പറും വരാൻ പറ്റില്ല. നോക്കാം, ഇവിടെ അങ്ങനെ തന്നെയാണ്. The second step is important one. The constant term must be equal to the square of the half of the coefficient of x. അതായത് എക്സിന്റെ കോയഫിഷ്യന്റ് 8, അതിന്റെ ഹാഫിന്റെ സ്ക്വയർ ആയിരിക്കണം തേർഡ് ടേം ആയിട്ട് വരേണ്ടത്. എങ്ങനെയാ? 8 ഉണ്ടല്ലോ എക്സിന്റെ കോയഫിഷ്യന്റ്, അതിന്റെ ഹാഫിന്റെ സ്ക്വയർ ആയിരിക്കണം തേർഡ് ടേം ആയിട്ട് വരേണ്ടത്. 8ന്റെ ഹാഫ് 4, 4ന്റെ സ്ക്വയർ 16 ആയിരിക്കണം തേർഡ് ടേം ആയിട്ട് വരേണ്ടത്. എങ്ങനെയാ 16 തേർഡ് ടേം ആക്കുക? 16 തേർഡ് ടേം ആക്കാൻ രണ്ട് വഴികളുണ്ട് മക്കളെ. ഒരു വഴി, ഇപ്പോൾ ഇവിടെ ഓൾറെഡി 15 ഉണ്ട്, ഒരു 1 ആഡ് ചെയ്ത് കൊടുത്താൽ അതെന്തായിട്ട് മാറും? 16 ആയിട്ട് മാറും. സോ അങ്ങനെ നിങ്ങൾക്ക് 1 ആഡ് ചെയ്യാം. പക്ഷെ ഒരു പ്രശ്നമുണ്ട്, ആഡ് ചെയ്യുമ്പോൾ ലെഫ്റ്റ് സൈഡിലും റൈറ്റ് സൈഡിലും ആഡ് ചെയ്യണം. ഓക്കെ, രണ്ടാമതൊരു വഴിയുണ്ട്. നിങ്ങൾ എന്തെന്ന് വെച്ചാൽ എക്സ് സ്ക്വയർ പ്ലസ് 8x 16 തേർഡ് ടേം ആയിട്ട് ആഡ് ചെയ്ത് കൊടുക്കുക. 16 തേർഡ് ടേം ആയിട്ട് ആഡ് ചെയ്ത് കൊടുക്കുക. പിന്നെ ഇവിടെ ഉള്ള 15 അയാൾക്കൊരു ചേഞ്ചും വരുത്തിയിട്ടില്ല, ഇസ് ഈക്വൽ ടു റൈറ്റ് സൈഡിലും 16 ആഡ് ചെയ്ത് കൊടുക്കുക. ആക്ച്വലി ചെയ്ത് ഇത്രയേ ഉള്ളൂ, ഇക്വേഷൻ്റെ ലെഫ്റ്റ് സൈഡിലും റൈറ്റ് സൈഡിലും 16 ആഡ് ചെയ്ത് കൊടുത്തു. ഈ 15 അവിടെ തന്നെ ഉള്ള 15 ആണ്, ഒരു ചേഞ്ചും വരുത്തിയിട്ടില്ല. നെക്സ്റ്റ് സ്റ്റെപ്പിൽ നിങ്ങൾ ചെയ്യേണ്ടത്, വി ക്യാൻ കൺവേർട്ട് ദീസ് 3 ടേംസ് ഇൻ ടു എക്സ് പ്ലസ് 4 ദ ഹോൾ സ്ക്വയർ. എക്സ് പ്ലസ് 4 ഹോൾ സ്ക്വയർ എന്ന് കൺവേർട്ട് ചെയ്യാൻ കഴിയും ഇവരെ. അതെങ്ങനെയാ? ഇത് എ പ്ലസ് ബി ഹോൾ സ്ക്വയർ എന്ന ഫോമുലാണ് അല്ലേ? ആണ്. അതിന് എക്സ്പാൻഡ് ചെയ്ത് എന്താ കിട്ടുക? എ സ്ക്വയർ ഫസ്റ്റ് ടേം, ദാറ്റ് ഈസ് എക്സ് സ്ക്വയർ. 2ab 2 ഇൻറ്റു എക്സ് ഇൻറ്റു 4, അതായത് 8x, ദാറ്റ് ഈസ് 8x പ്ലസ് ബി സ്ക്വയർ, അതായത് 4ന്റെ സ്ക്വയർ 16. റെഡിയാണ്.
അപ്പൊ ഈ മൂന്നാൾക്കാരെ നമ്മൾ ഇങ്ങനെ ആക്കി മാറ്റിയ ഇതിപ്പോ എന്താ? ഓൾ സ്ക്വയർ ആണ്. ഓൾ സ്ക്വയർ എന്ന് പറഞ്ഞാൽ പെർഫെക്റ്റ് സ്ക്വയർ ആയി മാറി. അതുകൊണ്ടാണ് ഇതിനെ പെർഫെക്റ്റ് സ്ക്വയർ മെത്തേഡ് എന്ന് പേര് വരാൻ കാരണം, അല്ലെങ്കിൽ സ്ക്വയർ കംപ്ലീഷൻ മെത്തേഡ് എന്ന് പേര് വരാൻ കാരണം. സ്ക്വയർ ആക്കി മാറ്റാണ്, സ്ക്വയർ കംപ്ലീറ്റ് ചെയ്യാണ്. ഓക്കെ, ഇനി ഇത് എഴുതാൻ ഒരു ട്രിക്ക് ഉണ്ട്, ഞാൻ പറഞ്ഞുതരാം. ഈ എക്സ് സ്ക്വയറിന്റെ റൂട്ട് എടുക്കുക, എക്സ്. ഈ രണ്ടാമത്തെ ആളുടെ ഹാഫ് എടുക്കുക, എക്സിന്റെ കൂടെ വരുന്ന ആളുടെ ഹാഫ്, എട്ടിന്റെ ഹാഫ് എത്രയാ? 4 ഓൾ സ്ക്വയർ കൊടുത്താൽ മതി, ശരിയായിരിക്കും. ഇനി ഞാൻ ഈ 15 ഞാൻ അങ്ങോട്ടേക്ക് കൊണ്ടുപോയി, അപ്പോൾ 16 - 15 എന്ന് വന്നു. 16 - 15 എന്ന് പറഞ്ഞാൽ 1 ആണ്. ഇനി നെക്സ്റ്റ് സ്റ്റെപ്പിൽ സ്ക്വയർ ഒഴിവാക്കുക. സ്ക്വയർ ഒഴിവാക്കുമ്പോൾ എന്താ കിട്ടുക? എക്സ് പ്ലസ് 4 ഇസ് ഈക്വൽ ടു √1. എന്താ ഈ √1 എന്ന് പറഞ്ഞാൽ? +or-1. നമുക്കറിയാം സാധാരണ നമ്മൾ √9 എന്ന് പറയുമ്പോൾ 3 എന്നാ പറയാ. പക്ഷേ നമ്മൾ സെക്കൻഡ് ഡിഗ്രി ഇക്വേഷൻ എന്ന് പറയുന്ന ചാപ്റ്റർ പഠിച്ചാലുള്ള പ്രശ്നം എന്താണെന്ന് വെച്ചാൽ പിന്നെ √9 എന്ന് പറയുമ്പോൾ +or-3 പറഞ്ഞോളാം. കാരണം അതാണ് ശരി. കാരണം നിങ്ങൾക്ക് അറിയാലോ, 3ന്റെ സ്ക്വയറും 9 ആണ്, -3ന്റെ സ്ക്വയറും 9 ആണ്. അപ്പൊ √9 എന്ന് പറയുമ്പോൾ there are 2 possibilities. It can be 3 or it can be -3. സോ നമ്മൾ +or-1 പറയണം. +or-1 പറഞ്ഞാൽ പിന്നെ നമ്മൾ എന്താ ചെയ്യേണ്ടത്? Then we can split it into 2. The first part look like x plus 4 is equal to 1 using +1, and the second part is x plus 4 is equal to -1 using -1. +or-നെ 2 പാർട്ടാക്കി സ്പ്ലിറ്റ് ചെയ്തു. Then we can easily find the value of x, that is x is equal to 1 - 4 അല്ലേ? +4 അങ്ങോട്ട് കൊണ്ടുപോയതാ, that is -3. And here x is equal to -1 - 4, that is -5. So we have 2 solutions. One is x is equal to -3 and another one is x is equal to -5. This is the square completion method. Okay, മറ്റൊരു മെത്തേഡ് കൂടി നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഞാൻ പറയുന്നതെന്ന് വെച്ചാൽ ഈ മെത്തേഡ് കൃത്യമായി പഠിക്കുക. കാരണം ഒരു ഇക്വേഷനെ സോൾവ് ചെയ്യാൻ ഈ മെത്തേഡ് നമുക്ക് യൂസ് ചെയ്യാം, സെക്കൻഡ് ഡിഗ്രി ഇക്വേഷനെ. അതോടൊപ്പം തന്നെ ഈ മെത്തേഡിൽ ഫോക്കസ് ചെയ്യുന്ന ചില ടൈപ്പ് ക്വസ്റ്റ്യൻസ് ഉണ്ട്, നമുക്ക് അങ്ങനത്തെ വരുന്നുണ്ട്, നമുക്ക് അവിടെ ഡിസ്കസ് ചെയ്യാം. ഓക്കെ, രണ്ടാമതൊരു മെത്തേഡ് കൂടിയുണ്ട്. അറിയുന്നവരുണ്ടെങ്കിൽ അല്ലെങ്കിൽ കുറച്ചുകൂടിയൊക്കെ എന്ത് ചെയ്യുക, പിന്നെ നിങ്ങൾക്ക് പഠിക്കാൻ കഴിയുമെങ്കിൽ ഈ സെക്കൻഡ് മെത്തേഡ് കൂടി പഠിച്ചിരിക്കുക. നിങ്ങൾ ഓൾറെഡി പഠിച്ചത് തന്നെയാണ്. എന്താ? x² - 8x plus 8x plus 15 is equal to 0 എന്ന് പറയുന്ന ക്വാഡ്രാറ്റിക് ഇക്വേഷൻ, സെക്കൻഡ് ഡിഗ്രി ഇക്വേഷൻ. ഈ ax² plus bx plus c is equal to 0 എന്ന് പറയുന്ന സെക്കൻഡ് ഡിഗ്രി ഇക്വേഷന്റെ ജനറൽ ഫോമുമായിട്ട് കമ്പയർ ചെയ്യാം. എന്തിനാ കമ്പയർ ചെയ്യുന്നത്? ടു ഫൈൻഡ് ദ വാല്യൂ ഓഫ് a, b and c. a is the coefficient of x². Here the coefficient of x² is 1 അല്ലേ? ഒന്നും എഴുതിയിട്ടില്ല, അതിന്റെ അർത്ഥം 1 ആണ്. b is the coefficient of x, that is 8, and c is our constant term, that is 15. Then we want to find the value of b² - 4ac, that is equal to 8² - 4 into 1 into c, that is 15. 8² - 4 into 1 into 15. So this is 64 minus 60. 64 minus 60, that is plus 4. Okay, plus 4 ആണ് മനസ്സിലായി. അങ്ങനെയാണെങ്കിൽ we have the solution is x is equal to -b plus or minus √b² - 4ac divided by 2a. So നമ്മൾ എക്കും ബിക്കും സിക്കും ഈ വാല്യൂസ് കൊണ്ടുപോയി സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ -b എന്ന് പറയുമ്പോൾ -8 അല്ലേ? കാരണം b 8, പ്ലസ് ഓർ മൈനസ് √b² - 4ac. ആക്ച്വലി ഇതിന്റെ വാല്യൂ നമ്മൾ ഫൈൻഡ് ചെയ്യേണ്ടതുണ്ട്, ബട്ട് ഓൾറെഡി ഫൈൻഡ് ഇറ്റ് ആസ് 4. Okay, so 4 divided by 2a. a is 1, so 2a means 2 into 1. So here it will become -8 plus or minus √4, that is 2 divided by 2. But നമ്മൾ ഇനി പ്ലസ് ഓർ മൈനസ് കൊടുക്കണ്ട, കാരണം ഓൾറെഡി ഇവിടെ ഒരു പ്ലസ് ഓർ മൈനസ് ഉണ്ട്. Then we can split it into 2. The first one, x is equal to -8 plus 2 divided by 2, and another one, x is equal to -8 minus 2 divided by 2. പ്ലസ് ഉള്ള ഒരു പാർട്ടും മൈനസ് ഉള്ള ഒരു പാർട്ടും.
-8 plus 2 എന്ന് പറഞ്ഞാൽ -6 ആണ് by 2 that is -3. So we have the first solution is x is equal to -3 and second one is -8 -2 that is -10 divided by 2 that is -5. So the second solution is x is equal to -5. നേരത്തെ നമ്മൾ മറ്റേ മെത്തേഡ് പ്രകാരം നമുക്ക് എന്താ കിട്ടിയത്? -3 -5. ശരിയാ, രണ്ട് മെത്തേഡിലൂടെ ചെയ്താലും നിങ്ങൾക്ക് ഒരേ ആൻസർ ആണ് കിട്ടുക. രണ്ടിൽ ഏത് മെത്തേഡ് വേണമെങ്കിലും നിങ്ങൾക്ക് അക്സെപ്റ്റ് ചെയ്യാം. എന്നാൽ ഫോക്കസ് ഏരിയയിൽ നമ്മളോട് കുറച്ചുകൂടി എംഫസിസ് ചെയ്തിട്ടുള്ളത് ഈ ഒരു മെത്തേഡാണ്. സോ ഈ ഒരു മെത്തേഡ് നോക്കാം. ശരി, ഈ ഒരു മെത്തേഡിന് ചെറിയ ഡീമെറിറ്റ്സ് ഉണ്ട്. ഒന്നെന്ന് വെച്ചാൽ x² കോയഫിഷ്യന്റ് 1 അല്ലെങ്കിൽ ചിലപ്പോൾ പണി കിട്ടും. അതുപോലെ എക്സിന്റെ കൂടെ വരുന്ന നമ്പർ കോയഫിഷ്യന്റ് ഓഡ് നമ്പർ ആണെങ്കിലും ഈ മെത്തേഡ് പണി തരും. ഓക്കെ, ആൻസർ കിട്ടും പക്ഷേ റിസ്കി ആയിരിക്കും. ഓക്കെ, അത്തരം കേസുകളിലൊക്കെ ഈ മെത്തേഡായിരിക്കും നിങ്ങൾക്ക് കുറച്ചുകൂടി എളുപ്പം. അതുകൊണ്ട് ഞാൻ പറഞ്ഞത് ഈ മെത്തേഡും കൂടി ഒന്ന് പഠിച്ചെടുക്കുന്നത് നല്ലതാണ്. അതിന് പ്രിഫറൻസ് കൊടുക്കാം, പക്ഷേ ഈ മെത്തേഡ് കൂടി പഠിച്ചെടുക്കാം. ക്വാഡ്രാറ്റിക് ഫോർമുല ദിസ് വൺ. ഓക്കെ, ശ്രദ്ധിക്കാം. സോ ഇതാണ് നമ്മുടെ ഫസ്റ്റ് പാർട്ട് എന്ന് പറയുന്നത്. അതായത് എങ്ങനെയാണ് ഒരു സെക്കൻഡ് ഡിഗ്രി ഇക്വേഷനെ സോൾവ് ചെയ്യുക എന്നുള്ള കാര്യം. രണ്ടാമതായിട്ട് നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നത് ഹൗ ടു ഫോം എ സെക്കൻഡ് ഡിഗ്രി ഇക്വേഷൻ യൂസിങ് പ്രാക്ടിക്കൽ എക്സാമ്പിൾസ് എന്നുള്ളതാണ്. ഓക്കെ, നമുക്ക് പലപ്പോഴും മിക്കവാറും കുട്ടികൾക്ക് ഒന്നെന്ന് വെച്ചാൽ ഒരു സെക്കൻഡ് ഡിഗ്രി ഇക്വേഷൻ സോൾവ് ചെയ്യുക എന്ന് പറയുന്നത് ഇസ് ടു ഈസി, അല്ലെങ്കിൽ ഇറ്റ്സ് നോട്ട് കോംപ്ലിക്കേറ്റഡ് ആക്ച്വലി. ബട്ട് ദ കോംപ്ലിക്കേറ്റഡ് പാർട്ട് ഈസ് ടു ഫോം എ സെക്കൻഡ് ഡിഗ്രി ഇക്വേഷൻ യൂസിങ് പ്രാക്ടിക്കൽ സിറ്റുവേഷൻസ്. അതിന് ഏറ്റവും നല്ല സൊല്യൂഷൻ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ അതിന് ഏറ്റവും നിങ്ങൾ കെയർ ചെയ്യേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, ഒരു 1-2 ക്വസ്റ്റ്യൻ ചെയ്യുന്നത് കണ്ടാൽ നിങ്ങൾക്ക് ഒറ്റയ്ക്ക് ഒരു ക്വസ്റ്റ്യൻ ചെയ്യാൻ കഴിയില്ല. നിങ്ങൾ മാക്സിമം ക്വസ്റ്റ്യൻസ് സ്വന്തമായി പ്രാക്ടീസ് ചെയ്യുക. ദാറ്റ് ഈസ് ഓൺലി സൊല്യൂഷൻ. ഓക്കെ, നിങ്ങൾക്ക് സ്വന്തമായിട്ടൊരു ക്വസ്റ്റ്യൻ ചെയ്യാൻ കഴിയണമെങ്കിൽ നിങ്ങൾക്ക് ആകെ ഒറ്റ സൊല്യൂഷനേ ഉള്ളൂ, മാക്സിമം ക്വസ്റ്റ്യൻസ് ഒറ്റയ്ക്ക് ചെയ്യാം. ഹെവി ക്വസ്റ്റ്യൻസ് നോക്കണ്ട, ഒരു സിമ്പിൾ ആൻഡ് ആവറേജ് ലെവൽ ക്വസ്റ്റ്യൻസ് നല്ലപോലെ പ്രാക്ടീസ് ചെയ്ത് നോക്ക്. എക്സാമിന് അതേ ചോദിക്കുള്ളൂ, നിങ്ങൾക്ക് മാക്സിമം മാർക്ക് സ്കോർ ചെയ്യാൻ കഴിയും. എക്സാമിന് അതേ ചോദിക്കൂ, ശ്രദ്ധിക്കുക. സോ ടെക്സ്റ്റിലുള്ള നമ്പേഴ്സ് റിലേറ്റഡ് നമ്മൾ പല കാറ്റഗറി ആക്കിയിട്ട് നിങ്ങൾ പഠിച്ചിട്ടുണ്ടാകും. നമ്പേഴ്സ് ടൈപ്പ് ക്വസ്റ്റ്യൻ ചോദിക്കാറുണ്ട്, ഏജ് റിലേറ്റഡ് ക്വസ്റ്റ്യൻ ചോദിക്കാറുണ്ട്, റെക്ടാങ്കിൾ ടൈപ്പ് റിലേറ്റഡ് ക്വസ്റ്റ്യൻസ് ചോദിക്കാറുണ്ട്, റൈറ്റ് ട്രയാങ്കിൾ റിലേറ്റഡ് ക്വസ്റ്റ്യൻസ് ചോദിക്കാറുണ്ട്. ഇതല്ലാതെ റേറ്റും ചേഞ്ചും ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ടുള്ള ടൈപ്പ് ക്വസ്റ്റ്യൻസും ചോദിക്കാറുണ്ട്. അതിൽ റെക്ടാങ്കിളിൻ്റെ ക്വസ്റ്റ്യൻസിന് കുറച്ചുകൂടി ഇമ്പോർട്ടൻസ് കൊടുക്കുക, കാരണം നമ്മുടെ ഫോക്കസ് ഏരിയയിൽ അത് ഇമ്പോർട്ടൻസ് കൊടുത്തിട്ടുണ്ട്. പ്രീവിയസ് ഇയറിലും പലപ്പോഴും റെക്ടാങ്കിളിൻ്റെ ടൈപ്പ് ക്വസ്റ്റ്യൻസ് ചോദിക്കലുണ്ട്. അതുപോലെ അരിത്തമെറ്റിക് സീക്വൻസുമായിട്ട് ബന്ധപ്പെട്ടുള്ള ക്വസ്റ്റ്യൻസിനും ഇമ്പോർട്ടൻസ് കൊടുക്കുക. നിങ്ങൾക്കറിയാം, ഈ ഒരു ചാപ്റ്ററിൽ മാത്രം ഒതുങ്ങുന്നതല്ല. നമ്മൾ പഠിച്ച പല ചാപ്റ്ററുകളിലും സെക്കൻഡ് ഡിഗ്രി ഇക്വേഷൻ്റെ പാർട്ട് കാണാം. നിങ്ങൾക്ക് ഫസ്റ്റ് ചാപ്റ്ററിൽ കാണാം, സെക്കൻഡ് ചാപ്റ്റർ സർക്കിൾസിൽ കാണാം, നമ്മുടെ ടാൻജൻസിൽ കാണാം. അതുപോലെ തന്നെ നമുക്ക് ഡിസ്റ്റൻസ് ഫോർമുലയിൽ, അതായത് കോർഡിനേറ്റ് ജോമെട്രിയിലെ കോർഡിനേറ്റ്സിൽ കാണാം. അങ്ങനെ പല ചാപ്റ്ററിലും ഇയാളെ കാണാം, ഇല്ലേ? കണ്ടിട്ടുണ്ട് നിങ്ങൾ. സോ അങ്ങനെയാണെങ്കിൽ നമുക്ക് ചില ക്വസ്റ്റ്യൻസ് എക്സാമ്പിൾസ് നോക്കാം. ഞാൻ നിങ്ങൾക്ക് എക്സാമ്പിൾസ് ആണ് വർക്കൗട്ട് ചെയ്യുന്നത്. ആ എക്സാമ്പിളിലൂടെ മൊത്തം പഠിച്ചു എന്ന് വിചാരിക്കരുത്, എക്സ്പെഷ്യലി ഇൻ ദിസ് ചാപ്റ്റർ. സോ മാക്സിമം പ്രാക്ടീസ് ചെയ്യുക. എസ്പെഷ്യലി ഞാൻ വീണ്ടും ഫോക്കസ് ചെയ്യുന്നത് ടെക്സ്റ്റിലുള്ള നമ്പർ റിലേറ്റഡ് ടൈപ്പ് ക്വസ്റ്റ്യൻസ് ഫോക്കസ് ചെയ്യാം. ഓക്കെ, ശ്രദ്ധിക്കാം. സോ ലുക്ക് അറ്റ് ദി ഫസ്റ്റ് ക്വസ്റ്റ്യൻ. when each side of a square was reduced by 2 meters. ഓക്കെ, സോ അങ്ങനെയാണെങ്കിൽ നമ്മൾ പറഞ്ഞിരിക്കുന്ന ഡാറ്റയിൽ നിന്ന് അല്ലെങ്കിൽ ക്വസ്റ്റ്യനിൽ നമുക്ക് കിട്ടിയ ഒരു കാര്യം വെച്ചാൽ ആക്ച്വലി ദർ വാസ് എ സ്ക്വയർ. ഈ സ്ക്വയറിൽ നിന്ന് നമ്മൾ എന്ത് ചെയ്തു? എല്ലാ സൈഡും 2 മീറ്റർ വെച്ചിട്ട് നമ്മൾ റെഡ്യൂസ് ചെയ്തു. ദ ഏരിയ ബിക്കം 49 സ്ക്വയർ മീറ്റർ. സോ അപ്പോൾ ഈ റെഡ്യൂസ് ചെയ്ത ആളുടെ ഏരിയ എന്ന് പറയുന്നത് 49 ആണ്. ആയിക്കോട്ടെ, വാട്ട് വാസ് ദി ലെങ്ത് ഓഫ് ദി സൈഡ് ഓഫ് ദി ഒറിജിനൽ സ്ക്വയർ? റെക്ടാങ്കിൾ റിലേറ്റഡ് ടൈപ്പ് ക്വസ്റ്റ്യൻ ആണ്, അല്ലെങ്കിൽ സ്ക്വയർ റിലേറ്റഡ് ആണ്. റെക്ടാങ്കിൾ റിലേറ്റഡ് ടൈപ്പ് ക്വസ്റ്റ്യൻ ആണെങ്കിൽ നമ്മൾ ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ കിട്ടുമ്പോൾ ഇങ്ങനെ നിന്നതുകൊണ്ട് കാര്യമില്ല. വി വാണ്ട് ടു ഫോം ദി ഇക്വേഷൻ. ഓക്കെ, ഞാൻ ആദ്യം കുറച്ച് ക്വസ്റ്റ്യൻസ് ഇക്വേഷൻ ഉണ്ടാക്കി സോൾവ് ചെയ്യാം, പിന്നെയുള്ള ക്വസ്റ്റ്യൻസ് ഇക്വേഷൻ ഉണ്ടാക്കുന്നത് കാണിച്ചു തരാം. സോ ദാറ്റ് ഇസ് ദ ഫസ്റ്റ് പാർട്ട്, ആൻ ഇമ്പോർട്ടൻറ്റ് പാർട്ട്. സെക്കൻഡ് പാർട്ട് നിങ്ങൾക്ക് എല്ലാ ക്വസ്റ്റ്യനും ഒരേപോലെയാണ്, നിങ്ങൾക്ക് എളുപ്പത്തിൽ സോൾവ് ചെയ്യാം. സോ നമുക്കൊന്ന് ട്രൈ നോക്കാം. ഇവിടെ സാധാരണ രീതിയിൽ ഒരു റെക്ടാങ്കിൾ എടുക്കുമ്പോൾ ആ റെക്ടാങ്കിൾ ഒരു അൺനോൺ ഉണ്ടായിരിക്കണം, ഒരു ക്വസ്റ്റ്യൻ ഒരു വേരിയബിൾ ഉണ്ടായിരിക്കണം, ശരിയല്ലേ? സെക്കൻഡ് ഡിഗ്രി ഇക്വേഷനിൽ വേരിയബിൾ വേണമല്ലോ നമുക്ക്. സോ ഒരു വേരിയബിൾ വേണം, എക്സ് വേണം. ചില ക്വസ്റ്റ്യനിൽ എക്സും വൈയും ഉണ്ടാവും,
നമുക്ക് നോക്കാം. അപ്പോൾ ഈ ക്വസ്റ്റ്യനിൽ ഞാൻ ആരെയാ എക്സ് കൊടുക്കുക? ഇൻ ദ കേസ് ഓഫ് എ റെക്റ്റാങ്കിൾ, generally the length and breadth are the variables. സ്ക്വയർ ആണെങ്കിൽ സാധാരണ രീതിയിൽ ഒരു സൈഡാണ് നമുക്ക് എന്തായിട്ട് വരിക, വേരിയബിൾ ആയിട്ട് എടുക്കാറുള്ളത്. നമുക്ക് ഇവിടുത്തെ സൈഡ് തന്നിട്ടില്ല, സൈഡിന് വേരിയബിൾ കൊടുത്താൽ നമുക്ക് ബെനിഫിറ്റും ഉണ്ട്. സോ അങ്ങനെയാണെങ്കിൽ ലെറ്റ് ദ സൈഡ് ഇസ് ഈക്വൽ ടു എക്സ് എന്ന് കൊടുത്തു എന്നിരിക്കാം. അപ്പോൾ രണ്ട് ചോദ്യമുണ്ട്, സാർ ഇവിടേക്ക് എക്സ് കൊടുത്തൂടെ? കൊടുക്കാം. പക്ഷെ ഇവിടെ കുറച്ചുകൂടി എളുപ്പം ഇയാൾക്ക് എക്സ് കൊടുക്കുന്ന, കാരണം ഇത് 49 എന്ന ഏരിയ തന്നിട്ടുണ്ട്. അപ്പൊ ഇയാളുടെ ലെങ്ത് ഞാൻ എക്സ് എന്ന് കൊടുത്തു കഴിഞ്ഞാൽ ഇയാളുടെ ബ്രെഡ്ത്തും എക്സ് തന്നെയാണ്, സിൻസ് ഇറ്റ്സ് എ സ്ക്വയർ, റൈറ്റ്? ഓക്കെ, സോ അങ്ങനെയാണെങ്കിൽ വി ക്യാൻ സേ ദാറ്റ് ഇറ്റ്സ് ഏരിയ, ആൻഡ് വി നോ ദ ഏരിയ ഓഫ് എ സ്ക്വയർ ഈസ് നത്തിങ് ബട്ട് ദി സ്ക്വയർ ഓഫ് ഇറ്റ് സൈഡ്, അല്ലേ? സൈഡിന്റെ സ്ക്വയറാ, ദാറ്റ് ഈസ് എക്സ് സ്ക്വയർ, ആൻഡ് ഗിവൺ ഇറ്റ് ആസ് 49. സോ എക്സ് സ്ക്വയർ 49 ആണെങ്കിൽ എക്സ് എത്രയാ? ദാറ്റ് ഈസ് റൂട്ട് 49. റൂട്ട് 49 എന്ന് പറയുമ്പോൾ പ്ലസ് ഓർ മൈനസ് 7 ഉണ്ടാകും. പക്ഷേ എക്സ് എന്ന് പറയുന്നത് ലെങ്ത് ഓഫ് ദി സൈഡ് ആണ്, ഇറ്റ് കനോട്ട് ബി നെഗറ്റീവ്. സോ -7 ഇവിടെ അക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ല. സോ therefore എക്സ് ക്യാൻ ബി ടേക്കൺ ആസ് 7. എക്സിന്റെ വാല്യൂ 7 ആയിട്ട് മാറി, അല്ലേ? എക്സിന്റെ വാല്യൂ 7 ആയി. ചോദ്യം, വാട്ട് വാസ് ദ ലെങ്ത് ഓഫ് ദി സൈഡ് ഓഫ് ദി ഒറിജിനൽ സ്ക്വയർ? ഇയാളുടെ ലെങ്ത് ആ ചോദിച്ചത്. എന്താ ഇയാളും തമ്മിലുള്ള ഡിഫറൻസ്? അവളോട് പറഞ്ഞിട്ടുള്ളത് ഇയാളുടെ സൈഡ് 2 മീറ്റർ കുറച്ചിട്ടാണ് ഇത് കിട്ടിയതാണ്. സോ ഇയാളുടെ ലെങ്ത് എത്ര ഉണ്ടാവുക? ദിസ് ഇസ് 7 + 2, ദാറ്റ് ഇസ് ഈക്വൽ ടു 9 മീറ്റർ, അല്ലേ? സിമ്പിളാണ്, ക്ലിയർ. അങ്ങനെയാണ് നമ്മൾ ഒരു വേരിയബിളിനെ കൊടുത്ത് നമ്മൾ ചെയ്യുക. സോ വേരിയബിൾ കൊടുക്കണമെന്ന് ആലോചിക്കണം, അത് ആർക്ക് കൊടുക്കണമെന്നുള്ളത് ഡിസൈഡ് ചെയ്യണം, എന്നിട്ട് തന്നിരിക്കുന്ന ക്ലൂകളൊക്കെ വേരിയബിളിലേക്ക് മാറ്റണം. ഇമ്പോർട്ടൻ്റ് ആണ്, വേരിയബിളിലേക്ക് മാറ്റണം, പിന്നെ നിങ്ങൾ താനേ ഇക്വേഷനിലേക്ക് എത്തും. ഓക്കെ, നൗ ലുക്ക് അറ്റ് another one. A square ground has a 2 meter wide path all around it. സോ നമ്മുടെ കയ്യിൽ ഒരു സ്ക്വയർ ഗ്രൗണ്ട് ഉണ്ട്. ഓക്കെ, ഇതൊരു ഗ്രൗണ്ടാണ്. പിന്നെ നമ്മളോട് പറഞ്ഞിട്ടുള്ള ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഒരു 2 മീറ്റർ വിഡ്ത്തിൽ ചുറ്റും ഒരു പാത്ത് ഉണ്ട്. ഓക്കെ, ഒരു ഫുട് പാത്ത് ഉണ്ട്. സോ ഇത് നമ്മുടെ സ്ക്വയർ ഗ്രൗണ്ട് ഉള്ളത്, പുറത്തുള്ളത് ഈ വിഡ്ത്തിലുള്ളത് ഒരു ഫുട് പാത്ത്. ദ ടോട്ടൽ ഏരിയ, പിന്നെ നമ്മളോട് പറഞ്ഞത് ഇതിന്റെ വിഡ്ത്ത് എന്ന് പറയുന്നത് 2 മീറ്റർ ആണ്. അതായത് ഈ വിഡ്ത്ത് 2 മീറ്റർ ആണ്, ഇവിടുന്ന് ഇങ്ങോട്ടേക്കും 2 മീറ്റർ ആണ്, ഇവിടുന്ന് ഇങ്ങോട്ടേക്കും 2 മീറ്റർ ആണ്, ഇവിടുന്ന് ഇങ്ങോട്ടേക്കും 2 മീറ്റർ ആണ്. ദ ടോട്ടൽ ഏരിയ ഓഫ് ദി ഗ്രൗണ്ട് ആൻഡ് ദി പാത്ത് ഈസ് 1225 സ്ക്വയർ മീറ്റർ. അതായത് ഈ മൊത്തം വലിയ റെക്ടാങ്കിളിന്റെ ഏരിയ എന്ന് പറയുന്നത്, റെക്ടാങ്കിൾ അല്ല സ്ക്വയറിന്റെ ഏരിയ എന്ന് പറയുന്നത് 1225 ആണ്. അപ്പൊ ഏരിയ എന്ന് പറഞ്ഞാൽ സൈഡിന്റെ സ്ക്വയറാ, പക്ഷെ സൈഡ് നമുക്ക് തന്നിട്ടില്ല. സോ അപ്പൊ നമുക്ക് ആരാ വേരിയബിൾ എടുക്കണമെന്ന് മനസ്സിലായി. സോ ലെറ്റ് ദ സൈഡ് ഓഫ് ലാർജർ സ്ക്വയർ ഇസ് ഈക്വൽ ടു എക്സ്. വലിയ സ്ക്വയറിന്റെ ഒരു സൈഡ് ഞാൻ എക്സ് എടുത്തു എന്നിരിക്കാം. തന്നിരിക്കുന്ന ഐഡിയ എന്താ? ഇറ്റ്സ് ഏരിയ ഈസ് 1225. സോ ഇറ്റ്സ് ഏരിയ. And we know the area of a square is the side square, right? X square is equal to 1225. So x must be root 1225, and we know root 1225 is nothing but 35. Okay, plus or minus 35 എടുക്കേണ്ടതുണ്ട്, but here x is the length of a side of a square, so it cannot be negative, so we can consider the positive value only. So x is equal to 35. Is it clear? Okay, so x is equal to 35. Length of a side is 35. Then the question, what is the area of the ground alone? Ground area എന്താണ്? എടാ ഇത് 35 ആണ് എങ്കിൽ what will be the length of a side of this ground or smaller square? എന്താണ് ഈ വലിയ സ്ക്വയറും ചെറിയ സ്ക്വയറും തമ്മിലുള്ള ഡിഫറൻസ് ലെങ്ത് ഓഫ് ദി സൈഡിൽ? എടാ ഇത് 35 എന്ന് പറഞ്ഞാൽ ഇത്രയുണ്ട്, ഇതിൽ നിന്ന് 2 മീറ്റർ ഇവിടെയും കുറഞ്ഞു, 2 മീറ്റർ ഇവിടെയും കുറഞ്ഞു, അപ്പൊ ടോട്ടൽ 4 മീറ്റർ കുറഞ്ഞല്ലേ? യെസ്. ഓക്കെ, അപ്പൊ ഈ സൈഡ് എന്ന് പറയുന്നത് 35 നിന്ന് 4 മീറ്റർ കുറഞ്ഞാൽ ദാറ്റ് ഈസ് 31 മീറ്റർ. സോ അങ്ങനെയാണെങ്കിൽ സ്ക്വയർ, ഓക്കെ, ഏരിയ ഓഫ് ദി ഗ്രൗണ്ട്
ഗ്രൗണ്ടിന്റെ ഏരിയ എന്ന് പറയുന്നത് 31 സ്ക്വയർ ഉണ്ടാവും. ദാറ്റ് ഈസ് 961 സ്ക്വയർ മീറ്റർ അല്ലേ? മീറ്റർ സ്ക്വയർ ആയിരിക്കും ഉണ്ടാവുക. സോ അതാണ് അതിന്റെ ഏരിയ എന്ന് പറയുന്നത്. സിമ്പിൾ വൺ. ക്ലിയർ? നൗ ലുക്ക് അറ്റ് another one. A rectangle is to be made with a perimeter 100 meters and area 525 square meters. What should be the length of its sides? It's very important type question. ശ്രദ്ധിച്ചോളൂ, കാരണം ഇതാണ് ഫോക്കസ് ഏരിയയിൽ പറഞ്ഞ ക്വസ്റ്റ്യൻ. ഏത് ക്വസ്റ്റ്യൻ റിലേറ്റഡ് ടു ഏരിയ അല്ലെങ്കിൽ സ്ക്വയറിംഗ് പ്രോബ്ലം റിലേറ്റഡ് ടു ഏരിയ ആൻഡ് പെരിമീറ്റർ ഓഫ് റെക്ടാങ്കിൾസ്. വെരി ഇമ്പോർട്ടൻ്റ് ആണ്. മിക്കവാറും ഇയാളെ ഈ ഒരു ക്വസ്റ്റ്യൻ നമ്പർ മാറ്റി ചോദിക്കും എക്സാമിന്. ചോദ്യം, എ റെക്ടാങ്കിൾ ഈസ് ടു ബി മെയ്ഡ് വിത്ത് പെരിമീറ്റർ 100 മീറ്റേഴ്സ്. റെക്ടാങ്കിളാ, പെരിമീറ്റർ 100 ആണ് അല്ലേ? നോക്ക്, പെരിമീറ്റർ എന്ന് പറയുന്നത് 100. എടാ ഞാൻ ചോദിക്കട്ടെ, വാട്ട് ഈസ് ആക്ച്വലി ദ പെരിമീറ്റർ ഓഫ് എ റെക്ടാങ്കിൾ? ആൻഡ് വി നോ പെരിമീറ്റർ ഓഫ് എ റെക്ടാങ്കിൾ ഈസ് 2 into ലെങ്ത് പ്ലസ് ബ്രെഡ്ത്ത്. ശരിയല്ലേ? അല്ലേ? ലെങ്ത്തും ബ്രെഡ്ത്തും കൂടി ആഡ് ചെയ്ത് അതിൻ്റെ ഡബിൾ ആണ് ഈ പെരിമീറ്റർ എന്ന് പറയുന്നത്. അപ്പോൾ ശരിക്കും ലെങ്ത്തും ബ്രെഡ്ത്തും ആഡ് ചെയ്ത് എത്ര ഉണ്ടാവാം? ദാറ്റ് മീൻസ് ലെങ്ത് പ്ലസ് ബ്രെഡ്ത്ത്. ഈ ലെങ്ത്തിന് ഞാൻ എക്സ് എന്ന് കൊടുത്തു, ബ്രെഡ്ത്തിന് ഞാൻ വൈ എന്ന് കൊടുത്തു. അതെന്താ സാർ എല്ലും ബിയും തന്നെ കൊടുത്തുവിടാന്ന് വെച്ചാൽ ഒരു പ്രശ്നവുമില്ല, നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് കൊടുക്കാം. സാധാരണ നമ്മൾ എക്സും വൈ ആണ് യൂസ് ചെയ്യുക, അതുകൊണ്ട് ഞാൻ എക്സും വൈ യൂസ് ചെയ്തു. സോ ദാറ്റ് ഈസ് ദെൻ എക്സ് പ്ലസ് വൈ എന്തായിരിക്കും ഉണ്ടാവുക? അങ്ങനെയാണെങ്കിൽ നേരെ 50 ഹാഫ് അല്ലേ? ലെങ്ത്തിൻ്റെയും ബ്രെഡ്ത്തിൻ്റെയും സമ്മിൻ്റെ ഡബിൾ ആണ് 100. അപ്പോൾ ലെങ്ത്തും ബ്രെഡ്ത്തും എത്ര ആഡ് ചെയ്ത് എത്ര ഉണ്ടാവുക? 50 ഉണ്ടാവും. അല്ലെങ്കിൽ ഇങ്ങനെയും പറയാം, ഈ 2 അങ്ങോട്ട് കൊണ്ടുപോവാം, 100/2 become 50. സോ വി ഹാവ് എക്സ് പ്ലസ് വൈ ഈസ് ഈക്വൽ ടു 50. ദിസ് ഇസ് അവർ ഫസ്റ്റ് ക്ലൂ. അപ്പോൾ ഒരു കാര്യങ്ങൾ ശ്രദ്ധിച്ചോളാം. സാധാരണ രീതിയിൽ നിങ്ങളുടെ റെക്ടാങ്കിൾ വരുമ്പോൾ ലെങ്ത്തും ബ്രെഡ്ത്തുമാണ് വേരിയബിൾ ആയിട്ടുണ്ടാവുക. ആൻഡ് വി ഹാവ് വൺ മോർ ക്ലൂ. ഏരിയ 525 സ്ക്വയർ മീറ്റേഴ്സ്. ഏരിയ എന്താണ് ഒരു റെക്ടാങ്കിളിന്റെ ഏരിയ എന്ന് പറഞ്ഞാൽ? ദാറ്റ് ഈസ് നത്തിങ് ബട്ട് ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത്. ലെങ്ത് ഹിയർ ഇറ്റ് ഈസ് എക്സ്, ബ്രെഡ്ത്ത് ദാറ്റ് ഈസ് വൈ ഇസ് ഈക്വൽ ടു 525. സോ നമ്മൾ ആദ്യം ചെയ്യേണ്ടത് ആർക്ക് വേരിയബിൾ കൊടുക്കും എന്നുള്ളതാണ്. അവിടെ നമ്മൾ ലെങ്ത്തിനും ബ്രെഡ്ത്തിനും എക്സും വൈയും കൊടുത്തു. ദ സെക്കൻഡ് വൺ, നമ്മൾ തന്നിരിക്കുന്ന ക്ലൂകളെ വേരിയബിൾ യൂസ് ചെയ്ത് കൺവേർട്ട് ചെയ്യുക എന്നുള്ള കാര്യമാണ്. പെരിമീറ്റർ ഈസ് ഈക്വൽ ടു 100 എന്ന് പറഞ്ഞ് കുത്തിരുന്നിട്ട് കാര്യമില്ല, നമ്മൾ ആൻസറിലേക്ക് എത്തൂല, ഇക്വേഷനിലേക്ക് എത്തൂല. ഇക്വേഷനിലേക്ക് എത്തിക്കാൻ കഴിയണമെങ്കിൽ പെരിമീറ്ററിന് 2 into x plus y എന്ന് കൊടുക്കണം, യൂസിങ് ദ വേരിയബിൾ എക്സ് ആൻഡ് വൈ. എക്സിലും വൈയിലേക്കും വേരിയബിളിലേക്ക് കൺവേർട്ട് ചെയ്യണം, എന്നാലേ നമുക്ക് സൊല്യൂഷനിലേക്ക് എത്തൂ. സോ നമ്മൾ കൺവേർട്ട് ചെയ്തു, അപ്പോഴാണ് നമുക്ക് 2 ഇത് കിട്ടിയത്. അപ്പോഴും പ്രശ്നമായി. വൺ ഓക്കെ, നമുക്ക് മറ്റൊരു ട്രബിൾ എന്ന് പറയുന്നത് ഇവിടെ വി ഹാവ് 2 വേരിയബിൾസ് ഇൻ അവർ ഇക്വേഷൻ. Normally, in a second degree equation, it will consist only one variable, just x only. സാധാരണ രീതിയിൽ ഒരു സെക്കൻഡ് ഡിഗ്രി ഇക്വേഷനിൽ ഒരൊറ്റ വേരിയബിളേ ഉണ്ടാവുള്ളൂ. സാധാരണ രീതിയിൽ അത് എക്സ് ഉണ്ടാവുക, എക്സ് ആയിക്കോളം നിർബന്ധമല്ല. But we know there must be only one variable. But you can see there are 2 variables, x and y. So here we want to eliminate one of the variable. എങ്ങനെയാണ് നമ്മൾ ഒരു വേരിയബിളിനെ എലിമിനേറ്റ് ചെയ്യുക? സിമ്പിൾ പ്രോസസ്. ശ്രദ്ധിച്ചോളാം, ചില സമയത്ത് അങ്ങനെയാണ്. നിങ്ങൾ കഴിഞ്ഞ ക്വസ്റ്റ്യൻ ചെയ്തപ്പോൾ നിങ്ങൾക്ക് ആകെ ഒരൊറ്റ വേരിയബിളേ വന്നിട്ടുള്ളൂ, ജസ്റ്റ് എക്സ് ഓൺലി. ബട്ട് ഇൻ ദിസ് ക്വസ്റ്റ്യൻ യു ക്യാൻ സീ ദർ ആർ 2 വേരിയബിൾസ്. അത്തരം സിറ്റുവേഷൻസ് വരുമ്പോൾ നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഒരു ഇക്വേഷൻ എടുക്കുക. ഫോർ എക്സാമ്പിൾ ദിസ്, അതിന് സമ്മോ ഡിഫറൻസോ വരുന്ന ഇക്വേഷനാണ് ഏറ്റവും നല്ലത്. ഇവിടുന്ന് വൈൻ്റെ വാല്യൂ ഫൈൻഡ് ചെയ്യുക. വൈ ഈസ് ഈക്വൽ ടു, വൈക്ക് ഒരു വാല്യൂ കിട്ടൂല, നമ്പർ കിട്ടൂല, ബട്ട് വി വിൽ ഗെറ്റ് എൻ എക്സ്പ്രഷൻ ലൈക്ക് ദിസ് 50 - x. എന്താ ഞാൻ ചെയ്തത്? ഈ എക്സിനെ ഞാൻ റൈറ്റ് സൈഡിലേക്ക് കൊണ്ടുപോയി. സോ പ്ലസ് എക്സ് വിൽ ബിക്കം -x. സോ y is equal to 50 - x. ദെൻ നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ സബ്സ്റ്റിറ്റ്യൂട്ട് ദിസ് y ഇൻടു ദിസ് ഇക്വേഷൻ. ഈ വൈൻ്റെ ഈ ഒരു സാധനം ഇതിനെ കൊണ്ടുപോയി സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. അങ്ങനെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ വി വിൽ ഗെറ്റ് x into 50 - x is equal to 525. Now look at this expression or this equation. There is only one variable x. x മാത്രമേ ഉള്ളൂ. സോ നമ്മൾ ആ ഒരു പ്രോബ്ലം സോൾവ് ആയി കിട്ടിയോ? സോൾവ് ആയി കിട്ടി. ദെൻ ഇനി നമ്മൾ ഇതിനൊന്ന് അറേഞ്ച് ചെയ്യാം. അറേഞ്ച് ചെയ്യുമ്പോൾ നമുക്ക് ബ്രാക്കറ്റ് ഒന്നും പറ്റൂലല്ലോ, ഇക്വേഷനിൽ പറ്റൂല. ഞാൻ എക്സിനെ ബ്രാക്കറ്റ് പൊളിക്കാം. x into 50 ദാറ്റ് ഈസ് 50x. x into -x that is -x square is equal to 5
625 എന്നായിട്ട് മാറി. ഓക്കെ, ഞാൻ ചെയ്യുന്ന ഒരു കാര്യം, എക്സ് സ്ക്വയറിൻ്റെ കോഎഫിഷ്യൻറ്റ് പോസിറ്റീവാണ് ഏറ്റവും നല്ലത്. സോ ഞാൻ എക്സ് സ്ക്വയറിനെ ഞാൻ റൈറ്റ് സൈഡിലേക്ക് തട്ടി, അല്ലെങ്കിൽ ഇവിടെ ഒരു -1 കൊണ്ട് മൾട്ടിപ്പിൾ ചെയ്യാം, രണ്ടാലും കുഴപ്പമില്ല, ഒരേ ഇതിലേ എത്തുള്ളൂ. ഞാൻ ഇതിനെ അങ്ങോട്ട് കൊണ്ടുപോയി വിചാരിക്കുക. സോ പിന്നെ ഇവിടെ ആരുമില്ല, 0. -x² അങ്ങോട്ട് പോയാൽ +x² ആയി. +50x ഞാൻ അങ്ങോട്ട് കൊണ്ടുപോയാൽ -50x ആയി. പിന്നെ 525 അവിടെ ഉള്ള ആളാണ്, സോ അത് പോസിറ്റീവ്. ഇങ്ങനെ കിട്ടി. ഇറ്റ്സ് എ സെക്കൻഡ് ഡിഗ്രി ഇക്വേഷൻ. യു ക്യാൻ സോൾവ് ദിസ് ഇക്വേഷൻ യൂസിങ് എനി മെത്തേഡ്. ഒന്ന് നിങ്ങൾക്ക് സ്ക്വയർ കംപ്ലീഷൻ മെത്തേഡ് യൂസ് ചെയ്യാം, അല്ലെങ്കിൽ ക്വാഡ്രാറ്റിക് ഫോർമുല യൂസ് ചെയ്യാം. ഞാൻ സ്ക്വയർ കംപ്ലീഷൻ ആണ് യൂസ് ചെയ്യുന്നതെങ്കിൽ എക്സ് സ്ക്വയറിന്റെ കോഎഫിഷ്യന്റ് 1 ആയിരിക്കണം, ആണ്. അടുത്തത് എക്സിന്റെ കോഎഫിഷ്യന്റ് എടുക്കുക, എത്രയാ? -50. അതിന്റെ ഹാഫ് എത്രയാ? -25. -50യുടെ ഹാഫിന്റെ സ്ക്വയർ തേർഡ് ടേം ആയിട്ട് ആഡ് ചെയ്യാം. -50യുടെ ഹാഫ് -25, അതിന്റെ സ്ക്വയർ 625. ഈ 625 തേർഡ് ടേം ആയിട്ട് ആഡ് ചെയ്യാം, 625. പിന്നെ ഇവിടെ ഉള്ള +525 ആഡ് ചെയ്യുമ്പോൾ ഒരു പ്രശ്നമുണ്ട്, ലെഫ്റ്റ് സൈഡിൽ മാത്രം ആഡ് ചെയ്താൽ പോരാ, റൈറ്റ് സൈഡിലും ആഡ് ചെയ്യണം. ഓക്കെ, അപ്പോൾ നമ്മൾ റൈറ്റ് സൈഡിലും ആഡ് ചെയ്തു 625. ആക്ച്വലി ഞാൻ ചെയ്തത്രേ ഉള്ളൂ, 625 ഇക്വേഷൻ്റെ രണ്ട് സൈഡിലും ആഡ് ചെയ്തു, ബാക്കിയുള്ളതൊക്കെ അതേപോലെ തന്നെയാണ്. ഓക്കെ, ഇങ്ങനെയാണ്. ഇനി ഈ ആളുകളെ നമുക്ക് എന്ത് ചെയ്യാൻ കഴിയും? എക്സ് സ്ക്വയറിന്റെ √x -50യുടെ ഹാഫ്, -50യുടെ ഹാഫ് എന്ന് പറയുമ്പോൾ -25 ഹോൾ സ്ക്വയർ എഴുതാൻ കഴിയും. ഓക്കെ, പിന്നെ ഞാൻ ഈ 525 റൈറ്റ് സൈഡിലേക്ക് തട്ടി, വി വിൽ ഗെറ്റ് 625 -525 ആൻഡ് വി നോ ദാറ്റ് ഇറ്റ് ഈസ് ഈക്വൽ ടു 100. ഓക്കെ, നെക്സ്റ്റ് സ്റ്റെപ്പിൽ ഞാൻ സ്ക്വയർ ഒഴിവാക്കി. സ്ക്വയർ ഒഴിവാക്കുമ്പോൾ എന്താ കിട്ടുക? x -25 is equal to √100. √100 means +or-10. So we can split it into two. One is x -25 is equal to 10 and another one is x -25 is equal to -10. Here you can see x can be written as 10 plus 25. -25 അങ്ങോട്ട് കൊണ്ടുപോകുമ്പോൾ +25. That is equal to 35. And another one, x is equal to -10 plus 25. That is equal to 15. So x can be 15 or x can be 35. Okay, we have two solutions. Now look at this. This is a rectangle. X means the length of this rectangle. So x നെ നമ്മൾ 35 അല്ലെങ്കിൽ 15 ആണ് കിട്ടിയിട്ടുള്ളത്. x 15 ആണെങ്കിൽ എക്സും വൈയും കൂടി ആഡ് ചെയ്താൽ 50 കിട്ടണം. x 15 ആണെങ്കിൽ y 35 ആവും. പക്ഷെ സാധാരണ നമ്മൾ ലെങ്ത് വലുതും ബെഡ്ത്ത് ചെറുതും എടുക്കാം. അപ്പോൾ ആ ഒരു റൂൾ വെച്ച് നോക്കുകയാണെങ്കിൽ നമുക്ക് ലെങ്ത് എന്ന് പറയുന്നത് എത്ര വരണം? ലെങ്ത് എന്ന് പറയുന്നത് 35ഉം ബ്രെഡ്ത്ത് എന്ന് പറയുന്നത് 15ഉം വരണം എന്ന് നമുക്ക് പറയാം. സിമ്പിളായിട്ട് നമ്മൾ സോൾവ് ചെയ്തു, ശരിയല്ലേ? ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ഒരു ഏകദേശം ഐഡിയ മനസ്സിലായിട്ടുണ്ടാവും എങ്ങനെയാണ് നമ്മളൊരു ക്വസ്റ്റ്യനെ, എങ്ങനെയാണ് നമ്മളൊരു പ്രാക്ടിക്കൽ സിറ്റുവേഷനുള്ള ഒരാളെ ഇക്വേഷനിലേക്ക് കൺവേർട്ട് ചെയ്യുക എന്നുള്ള കാര്യം. മറ്റൊരു എക്സാമ്പിൾ കൂടി നോക്കാം ഫ്രം യുവർ ടെക്സ്റ്റ്. It's also an important one. A rectangle is to be made on the ground using a 20-meter long rope with a wall as on one side. അതായത് ഒരു റോപ്പ് യൂസ് ചെയ്തിട്ട്, ആ റോപ്പിൻ്റെ ലെങ്ത് 20 മീറ്ററാണ്, നമ്മളൊരു റെക്റ്റാങ്കിൾ ഉണ്ടാക്കി. പക്ഷെ ഒരു പ്രശ്നമുണ്ട്, ആ റെക്റ്റാങ്കിളിൻ്റെ എല്ലാ സൈഡും റോപ്പ് യൂസ് ചെയ്തിട്ടില്ല. റെക്റ്റാങ്കിളിൻ്റെ എല്ലാ സൈഡും റോപ്പ് യൂസ് ചെയ്തിട്ടില്ല. ഒരു സൈഡ് ഇത് റോപ്പ് യൂസ് ചെയ്തു, ഈ സൈഡും റോപ്പ് യൂസ് ചെയ്തു, ഈ സൈഡും റോപ്പ് യൂസ് ചെയ്തു, എന്നാൽ ഈ സൈഡ് വാളാണ്. അപ്പം അതുകൊണ്ട് അവിടെ റോപ്പിൻ്റെ ആവശ്യമല്ല, അല്ലെങ്കിൽ തന്നെ അതൊരു റെക്റ്റാങ്കിൾ കിട്ടുന്നുണ്ട്. സോ നമുക്ക് റെക്റ്റാങ്കിൾ കിട്ടി. നൗ ദ പ്രോബ്ലം ഈസ് ദ ഏരിയ എൻക്ലോസ്ഡ് മസ്റ്റ് ബി 50 സ്ക്വയർ മീറ്റർ. ദ ഏരിയ ഷുഡ് ബി 50 ആൻഡ് വാട്ട് ഷുഡ് ബി ദ ലെങ്ത് ഓഫ് ദി സൈഡ് എന്നാണ് ചോദ്യം. നമുക്കൊന്ന് ട്രൈ നോക്കാം. സാധാരണ രീതിയിൽ റെക്റ്റാങ്കിൾ വരുമ്പോൾ അതിൻ്റെ വേരിയബിൾ ആയിട്ട് വരില്ല ആരാണ്? ലെങ്ത്തും ബ്രെഡ്ത്തും ആയിരിക്കും. ഇവിടെ അങ്ങനെ തന്നെ, കാരണം നമുക്ക് ലെങ്ത്തും ബ്രെഡ്ത്തും അറിയില്ല. സോ നമുക്ക് ലെങ്ത്തിന് എക്സ് എന്ന് കൊടുക്കാം, ബ്രെഡ്ത്തിന് വൈ എന്ന് കൊടുക്കാം, ആസ് യൂഷ്വൽ. കൊടുത്ത് നിർത്താൻ പറ്റൂല. ഇനി നമ്മൾ ക്ലൂ അപ്ലൈ ചെയ്യണം. എങ്ങനെ ക്ലൂ അപ്ലൈ ചെയ്യാം, അല്ലെങ്കിൽ ഏതൊക്കെ ക്ലൂ ഉള്ളത്? വി ഹാവ് the rectangle is made using 20 meter long wire or 20 meter long rope. 20 മീറ്റർ ലെങ്ത് ഉള്ള ഒരു റോപ്പ് വെച്ചിട്ടാണ് ഇത് ഉണ്ടാക്കിയത്.
അപ്പോൾ ഞാൻ ചോദിക്കട്ടെ, ഈ റോപ്പിൻ്റെ ലെങ്ത് എന്ന് പറഞ്ഞാൽ ആക്ച്വലി ഇവിടെ ഈ ഫിഗറിൽ ആരാടാ റോപ്പിൻ്റെ ലെങ്ത് എന്ന് പറഞ്ഞാൽ? നോക്കാം നമുക്ക്. എടാ ഇത് y ആണെങ്കിൽ ഇതും y തന്നെയല്ലേ, കാരണം ഈ ബ്രെഡ്ത്ത് തന്നെയല്ലേ ഇതും. സോ റോപ്പ് എന്ന് പറഞ്ഞാൽ ഈ y പ്ലസ് ഈ y പ്ലസ് ഈ x അത്രയല്ലേ ആണ്. സോ ദാറ്റ് മീൻസ് ഹിയർ വി ക്യാൻ സേ ദാറ്റ് എക്സും 2y കൂടി ആഡ് ചെയ്താൽ 20 എന്നാണ് ഫസ്റ്റ് ക്ലൂ പറഞ്ഞിട്ടുള്ളത്. y പ്ലസ് y 2y പിന്നെ x, അപ്പോൾ x പ്ലസ് 2y is equal to 20. That is the first clue. And now look at the second clue, that is the area. Area is 50. Okay, area. And we know area of this rectangle is nothing but length into breadth. Length is x and breadth is y. So x into y is 50. X into y is 50. Okay, like this. So x into y is equal to 50. But you can see there are two variables, x and y. So here we want to eliminate one of the variable. Here we can eliminate x. Okay, x in eliminate ചെയ്യാം. That is x is equal to 20 minus 2y. ഒരു ചോദ്യം നമ്മൾ സാർ എക്സിനെ അതിനെ എലിമിനേറ്റ് ചെയ്യണം. കഴിഞ്ഞ ക്വസ്റ്റ്യനിലൊക്കെ നമ്മൾ വൈനെ എലിമിനേറ്റ് ചെയ്ത്, എലിമിനേറ്റ് ചെയ്താലും കണക്കാം. പക്ഷേ ഇവിടെ എക്സിനെ എലിമിനേറ്റ് ചെയ്യുന്നതാണ് എളുപ്പം. കാരണം എന്താണെന്ന് വെച്ചാൽ വൈ നിങ്ങൾ എലിമിനേറ്റ് ചെയ്യണമെങ്കിൽ വൈൻ്റെ വാല്യൂ കണ്ടുപിടിക്കണം. എങ്ങനെ വൈൻ്റെ വാല്യൂ കണ്ടുപിടിക്കുക? എക്സ് അങ്ങോട്ട് കൊണ്ടുപോകണം. സോ ഇറ്റ് വിൽ ബിക്കം 20 minus x. നെക്സ്റ്റ് സ്റ്റെപ്പിൽ y is equal to എഴുതുമ്പോൾ 2നെ റൈറ്റ് സൈഡിലേക്ക് കൊണ്ടുപോകണം. ദാറ്റ് ഈസ് 20 minus x divided by 2. യു ക്യാൻ സീ ദർ ഇസ് എ ഫ്രാക്ഷൻ ഫോമിലാണുള്ളത്. അപ്പോൾ വൈക്ക് പകരം കൊടുക്കുമ്പോൾ നിങ്ങൾക്ക് ഫ്രാക്ഷൻ വരും. ആ ഒരു റിസ്ക് ഒഴിവായി കിട്ടാൻ വേണ്ടിയിട്ടാണ് ഞാൻ എക്സിനെ എലിമിനേറ്റ് ചെയ്യണം. എക്സിന് ആ ഒരു പ്രശ്നം വരില്ല. ഓക്കെ, ഇനി ഫ്രാക്ഷൻ വന്നാലും നിങ്ങൾക്ക് ചെയ്ത് കഴിഞ്ഞാൽ കറക്റ്റ് ആൻസർ തന്നെ കിട്ടും കേട്ടോ. ഇറ്റ്സ് നോട്ട് എ പ്രോബ്ലം. പക്ഷെ ലേശം റിസ്കി ആയിരിക്കുന്നു മാത്രം. കാണുമ്പോൾ അത്ര രസം ഉണ്ടാവില്ല. അത്രേ ഉള്ളൂ, വേറെ വിഷയമൊന്നുമില്ല. സോ നമുക്ക് എക്സിന് പകരം 20 minus 2y എന്ന് കൊടുക്കാം. ഒരു ഇക്വേഷനിൽ നിന്ന് ഒരു വേരിയബിളിന്റെ വാല്യൂ കണ്ടുപിടിക്കുന്നു, മറ്റേ ഇക്വേഷനിൽ കൊണ്ടുപോയി സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. സോ എക്സിന് പകരം 20 minus 2y എന്ന് കൊടുത്താൽ 20 minus 2y into y എന്നായിട്ട് മാറും, is equal to 50. Like this. 20 minus 2y into y is equal to 50. ഞാൻ ഈ y നെ ബ്രാക്കറ്റിന്റെ ഉള്ളിലേക്ക് മൾട്ടിപ്ലൈ ചെയ്തു. That is 20y minus 2y square is equal to 50. You can see now, you can see it's a second degree equation, right? Okay അല്ലേ? y square കാണാം, y കാണാം. y യിലാണ് ഇക്വേഷൻ എന്ന് മാത്രം. y into 20, 20y. y into 2y minus 2y square. സോ ഇവിടെ മൈനസ് 2y സ്ക്വയറിനെ പോസിറ്റീവ് ആക്കാൻ വേണ്ടി ഞാൻ റൈറ്റ് സൈഡിലേക്ക് കൊണ്ടുപോയി. റൈറ്റ് സൈഡിലേക്ക് കൊണ്ടുപോകുമ്പോൾ എന്താ കിട്ടുക? ഇവിടെ 0 minus 2y square will become 2y square and 20y will become minus 20y. 50 റൈറ്റ് സൈഡിലുള്ള ആളാണ്, സോ അയാൾ പ്ലസ് 50 എന്നായിട്ട് മാറി. ഇവിടെയുള്ള ചെറിയൊരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് ഏത് മെത്തേഡ് വേണമെങ്കിലും യൂസ് ചെയ്യാം. പക്ഷേ കംപ്ലീറ്റ് ഇൻ ദ സ്ക്വയർ മെത്തേഡ് യൂസ് ചെയ്യുമ്പോൾ y സ്ക്വയറിന്റെ കോഎഫിഷ്യന്റ് 1 ആയിരിക്കണം. ബട്ട് ഹിയർ ഇറ്റ് ഈസ് 2. അപ്പം അങ്ങനെയാണെങ്കിൽ എല്ലാവരെയും 2 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ കഴിയുമോ എന്ന് നോക്കുക. 2 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ കഴിയുമെങ്കിൽ അത് ട്രൈ ചെയ്യുക. ഇല്ലെങ്കിൽ പിന്നെ നിങ്ങൾ കംപ്ലീറ്റ് ഇൻ ദ സ്ക്വയർ മെത്തേഡ് അല്ലെങ്കിൽ സ്ക്വയർ കംപ്ലീഷൻ മെത്തേഡ് യൂസ് ചെയ്യരുത്. അത് പണി കിട്ടും, തെറ്റും, നല്ല റിസ്ക് ആവും. ഓക്കെ, അപ്പം നിങ്ങൾ മൈനസ് ബി പ്ലസ് ഓർ മൈനസ് ആണ് നല്ലത്. ഇവിടെ ഏതായാലും എല്ലാവരും 2 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ കഴിയും. സോ അതുകൊണ്ട് ഞാൻ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. 2y സ്ക്വയറിനെ ഡിവൈഡ് ചെയ്താൽ y സ്ക്വയർ ആയിട്ട് മാറും. 20y ഡിവൈഡ് ചെയ്താൽ മൈനസ് 10y ആയിട്ട് മാറും. 50 ഡിവൈഡ് ചെയ്താൽ പ്ലസ് 25 ആയിട്ട് മാറും. ഇസ് ഈക്വൽ ടു 0 എന്ന് കിട്ടും. ഇറ്റ്സ് അവർ സെക്കൻഡ് ഡിഗ്രി ഇക്വേഷൻ. ഓക്കെ, ഇതാണ് നമ്മുടെ സെക്കൻഡ് ഡിഗ്രി ഇക്വേഷൻ. സോ ഈ സെക്കൻഡ് ഡിഗ്രി ഇക്വേഷൻ സോൾവ് ചെയ്ത് കഴിഞ്ഞാൽ ഞങ്ങൾക്ക് സിമ്പിളായിട്ട് ആൻസറിലേക്ക് എത്തും. ക്ലിയർ ആണോ പറഞ്ഞിട്ടുള്ളത്? ഇത് സോൾവ് ചെയ്യാം. ഞാൻ സോൾവ് ചെയ്യാനുള്ളത് നിങ്ങൾക്ക് ഹോംവർക്ക് ആയിട്ട് തരും. ഇപ്പോൾ നിങ്ങൾക്ക് സോൾവ് ചെയ്യാനുള്ളത് ഞാൻ രണ്ട് മൂന്ന് ക്വസ്റ്റ്യൻ ഞങ്ങൾക്ക് കാണിച്ചു തന്നു. ഓക്കെ, ഇനി ഇത് നിങ്ങൾ എന്ത് ചെയ്യുക? ബാക്കി കംപ്ലീറ്റ് ചെയ്യാം. ഇനി ഇവിടെ അങ്ങോട്ടേക്കുള്ള ക്വസ്റ്റ്യൻ ഞാൻ കാര്യമായിട്ട് ഫോക്കസ് ചെയ്യുന്നത് എങ്ങനെയാണ് ഒരു സെക്കൻഡ് ഡിഗ്രി ഇക്വേഷൻ ഫോം ചെയ്യുക എന്നുള്ള കാര്യമാണ്. ഓക്കെ, സോൾവ് ചെയ്യാൻ നിങ്ങൾക്ക് അറിയുന്നതിനോട്. Now look at another one. It's from SSLC 2020. Okay, from your previous question paper. What is the common difference of the arithmetic sequence x minus 1, x and x plus 1, etc.? Question starting arithmetic sequence ആയിട്ട് ബന്ധപ്പെട്ടുകൊണ്ടാണ്. You can see x minus 1, x and x plus 1 is in arithmetic sequence. And we know the common difference is nothing but second term minus first term or third term minus second term. Both are same. Second term ആരാടാ? x. And who is the first term? That is x minus 1. x minus 1. So x minus 1 നെ സബ്ട്രാക്ട് ചെയ്യുമ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കണം. It must be in bracket.
കാരണം അവിടെ രണ്ടാൾക്കാരുണ്ട്, സബ്ട്രാക്ഷനാണ്. ബ്രാക്കറ്റ് ഇട്ടില്ലെങ്കിൽ പണി കിട്ടും അല്ലേ? സോ ഞാൻ ബ്രാക്കറ്റ് ഇട്ടു. ഞാൻ ഈ ബ്രാക്കറ്റ് പൊളിക്കണം, എന്നാലേ നമുക്ക് മുന്നോട്ട് പോകാൻ കഴിയുള്ളൂ. സോ എക്സ് എങ്ങനെ പൊളിക്കുക? ഈ മൈനസ് ഇയാൾക്ക് കൊടുത്തു മൈനസ് എക്സ്, ഈ -1 കൊടുത്തു, അപ്പൊ 2 മൈനസ് വരും +1. സോ എന്താ സംഭവിച്ചത്? വേറൊന്നുമല്ല, പ്ലസ് എക്സും മൈനസ് എക്സും കട്ട് ചെയ്ത് പോയി. ഫൈനലി ദ കോമൺ ഡിഫറൻസ് ഇസ് 1. ഓക്കെ, കോമൺ ഡിഫറൻസ് 1 ആണെന്ന് കിട്ടി. That's the first question. And look at the B question. If x minus 1 is an even number, which is the next even number? നല്ല ചോദ്യം. If x minus 1 is an even, x minus 1 ഒരു ഈവൻ ആണെന്ന് വിചാരിക്കുക. ചോദ്യം who is the next even number എന്നാ. എടാ ഞാൻ ചോദിക്കട്ടെ, ഇപ്പൊ 4 ഒരു ഈവൻ നമ്പറാ, അടുത്ത ഈവൻ നമ്പർ ആരാ? അല്ലെങ്കിൽ അടുത്ത ഈവൻ നമ്പർ എങ്ങനെ കിട്ടുക? 4നോട് 2 ആഡ് ചെയ്താൽ മതി, 6 ആണ്. സപ്പോസ് 10 ഒരു ഈവൻ നമ്പറാ, നെക്സ്റ്റ് ഈവൻ നമ്പർ എങ്ങനെ കിട്ടുക? 2 ആഡ് ചെയ്താൽ മതി, സോ 12 കിട്ടും. അപ്പൊ ചുരുക്കി പറഞ്ഞാല് ഒരു ഈവൻ നമ്പറിൽ നിന്ന് നെക്സ്റ്റ് ഈവൻ നമ്പർ കിട്ടാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്താൽ മതി? 2 ആഡ് ചെയ്താൽ മതി അല്ലേ? അപ്പൊ നെക്സ്റ്റ് ഈവൻ നമ്പർ നോക്കാം. നെക്സ്റ്റ് ഈവൻ, അടുത്ത ഈവൻ നമ്പർ ആരാ? അടുത്ത ഈവൻ നമ്പർ ഒരാൾ x-1 ആണെങ്കിൽ അതിനോട് 2 ആഡ് ചെയ്താൽ പോരെ? ഒരാൾ x-1 ആണെന്ന് പറഞ്ഞിട്ടുണ്ട്, ഈസ് ആൻ ഈവൻ. അപ്പൊ നെക്സ്റ്റ് ഈവൻ നമ്പർ എന്ന് പറഞ്ഞാൽ അതിനോട് 2 ആഡ് ചെയ്താൽ മതി. x-1നോട് 2 ആഡ് ചെയ്താൽ എന്താ കിട്ടുക? വി വിൽ ഗെറ്റ് x+1. x+1 എന്ന് കിട്ടും. -1ഉം +2ഉം കൂടി ചേർന്ന് x+1 ആയിട്ട് മാറും. ഓക്കെ, അപ്പൊ നെക്സ്റ്റ് ഈവൻ നമ്പർ എന്ന് പറഞ്ഞാൽ x+1 ആണെന്ന് മനസ്സിലായി. 2 more than x-1. Now look at this C question. Prove that the product of 2 consecutive even numbers added to 1. 1നോട് ആഡ് ചെയ്താൽ, ആരെ ആഡ് ചെയ്താൽ? പ്രൊഡക്റ്റ് ഓഫ് 2 കോൺസിക്യൂട്ടീവ് ഈവൻ നമ്പേഴ്സ്. എടാ ഈ പ്രൊഡക്റ്റ് ഓഫ് 2 കോൺസിക്യൂട്ടീവ് ഈവൻ നമ്പേഴ്സ് എന്ന് പറഞ്ഞാൽ ആരാ നമ്മളോട് പറഞ്ഞിട്ടില്ല. സോ we can take it as x-1 and x+1, right? എടാ x-1ഉം x+1ഉം തൊട്ടടുത്ത 2 ഈവൻ നമ്പേഴ്സ് അല്ലേ? കാരണം x-1 ഒരു ഈവൻ ആണെങ്കിൽ നെക്സ്റ്റ് ഈവൻ നമ്പർ ആണ് x+1. സോ ദേ ആർ കോൺസിക്യൂട്ടീവ് ഈവൻ നമ്പേഴ്സ്. So the product of consecutive even numbers can be taken as x-1 into x+1 added to 1. ഇതിനോട് 1 ആഡ് ചെയ്താൽ, അല്ലെങ്കിൽ 1നോട് ഇവർ ആഡ് ചെയ്താൽ gives a perfect square. ഇതൊരു പെർഫെക്റ്റ് സ്ക്വയർ ആണെന്ന് പ്രൂവ് ചെയ്യണം. ഈ പെർഫെക്റ്റ് സ്ക്വയർ എന്ന് പറഞ്ഞാൽ എന്താണെന്നൊരു ചോദ്യം ഉണ്ട്, അത് അവിടെ നിൽക്കട്ടെ. നമുക്ക് ആദ്യം ഒന്ന് ബ്രാക്കറ്റ് എക്സ്പാൻഡ് ചെയ്ത് നോക്കാം. Now you can see here this is of the form a minus b into a plus b, right? അല്ലേ? a minus b into a plus b എന്ന് പറഞ്ഞാൽ ആക്ച്വലി എന്താണ്? It is nothing but a square minus b square, right? അല്ലേ? a minus b into a plus b എന്ന് പറഞ്ഞാൽ a square minus b square ആണ്. So here x-1 into x+1 is equal to a square, that is x square, minus b square, that is 1 square, plus 1 എന്നായിട്ട് മാറി. You can see here 1 square is 1. So here -1 plus 1. -1ഉം +1ഉം കട്ട് ചെയ്ത് പോയി. Finally this is simply x square. Simply x square. ഞാൻ അടുത്ത ചോദ്യം, എന്താ ഈ പെർഫെക്റ്റ് സ്ക്വയർ എന്ന് പറഞ്ഞാൽ? പെർഫെക്റ്റ് സ്ക്വയർ എന്ന് പറഞ്ഞാൽ 2 രീതിയിലാണ് നമ്മൾ പറയാം. ഒന്ന് കൃത്യം റൂട്ട് കിട്ടുന്ന ആൾ. ഫോർ എക്സാമ്പിൾ ലുക്ക് അറ്റ് ദി നമ്പർ 25. 25 is a perfect square since 25ന്റെ റൂട്ട് എന്ന് പറയുന്നത് +or-5 ആണ്. കൃത്യം ഒരു നാച്ചുറൽ നമ്പർ അല്ലെങ്കിൽ ഒരു ഇൻഡിജർ കിട്ടും. ഒരു ഇൻഡിജർ റൂട്ടായിട്ട് കിട്ടുന്ന ആളുകളൊക്കെ പെർഫെക്റ്റ് സ്ക്വയേഴ്സ് ആണ്. പെർഫെക്റ്റ് സ്ക്വയറിന് വേറൊരു കാര്യം കൂടി ഉണ്ട് കേട്ടോ. പെർഫെക്റ്റ് സ്ക്വയറിനെ ക്യാൻ ബി റിട്ടൺ ആസ് സംതിങ് ദ ഹോൾ സ്ക്വയർ. പെർഫെക്റ്റ് സ്ക്വയറിനെ ഒരാൾ ദ ഹോൾ സ്ക്വയർ എഴുതാൻ കഴിയും. അത് പെർഫെക്റ്റ് സ്ക്വയറിനെ മാത്രമേ എഴുതാൻ കഴിയുള്ളൂ. നാച്ചുറൽ ഇൻഡിജേഴ്സിന്റെ സ്ക്വയർ ആയിട്ട് എഴുതാൻ കഴിയൽ പെർഫെക്റ്റ് സ്ക്വയേഴ്സിനെ മാത്രമാണ്. അപ്പോൾ ഒരു ഇൻഡിജറിന്റെ സ്ക്വയർ ആയിട്ട് എഴുതാൻ കഴിയുമെന്നുള്ളതാണ് പെർഫെക്റ്റ് സ്ക്വയറിന്റെ അടുത്ത പ്രത്യേകത. നൗ ലുക്ക് അറ്റ് ദിസ്. This is something the whole square, right? So that means it's a perfect square. Okay, ഇതൊരു പെർഫെക്റ്റ് സ്ക്വയർ ആണ്. Okay, ഇതൊരു പെർഫെക്റ്റ് സ്ക്വയർ ആണ്, സിമ്പിൾ ആയിട്ട് കിട്ടി. ഇത്രേ നമുക്ക് ആവശ്യമുള്ളൂ. Okay, next question from SSLC 2020. It's again, perimeter of the rectangle in this figure is 36. Okay, ഇവിടെ റെക്ടാങ്കിൾ കാണുന്നുണ്ട്. ഓക്കെ,
ഒരു റെക്റ്റാങ്കിൾ ഉണ്ട്. ആ റെക്റ്റാങ്കിളിന്റെ പെരിമീറ്റർ എന്ന് പറയുന്നത് 36 ആണ്. ആയിക്കോട്ടെ, പ്രശ്നമൊന്നുമില്ല. ഓക്കെ, 36 ആണ് പെരിമീറ്റർ പറഞ്ഞിട്ടുള്ളത്. This is our rectangle A, B, C, D. ഓക്കെ, ആദ്യം നമ്മളോട് പറഞ്ഞിട്ടുള്ള പെരിമീറ്റർ ആണ്. പെരിമീറ്റർ 36. നമുക്കറിയാം പെരിമീറ്റർ എന്ന് പറഞ്ഞാൽ 2 into ലെങ്ത് പ്ലസ് ബ്രെഡ്ത്ത്. സാധാരണ രീതിയിൽ റെക്റ്റാങ്കിൾ വരുമ്പോൾ ലെങ്ത്തും ബ്രെഡ്ത്തും ആയിരിക്കും വേരിയബിൾ ആയിട്ട് വരിക. ലെറ്റ് ദ ലെങ്ത് ഈസ് എക്സ് ആൻഡ് ബ്രെഡ്ത്ത് ഈസ് വൈ. സാധാരണ ചെയ്യുമ്പോൾ തന്നെ എടുത്തു, കാരണം നമുക്ക് ലെങ്ത്തും ബ്രെഡ്ത്തും തന്നിട്ടില്ല. ഇല്ലല്ലോ, ഇല്ല. സോ 2 into x plus y is equal to 36 എന്നായിട്ട് മാറി. പെരിമീറ്റർ 36 ആണ്. അതായത് ലെങ്ത്തിനും ബ്രെഡ്ത്തിനും ഡബിൾ 36 ആണ്. അപ്പോൾ ലെങ്ത്തും ബ്രെഡ്ത്തും എത്ര ഉണ്ടാവുക? എക്സ് പ്ലസ് വൈ എത്ര ഉണ്ടാവുക? 18 ഉണ്ടാവും. അപ്പോൾ ആണല്ലോ ഡബിൾ 36 വരിക. ശരി, we can say x plus y is equal to 18. Look at the first question. What is AB plus BC? And we know AB is x and BC is y. So AB plus BC is equal to simply 18. അല്ലേ? ഫസ്റ്റ് ക്വസ്റ്റ്യൻ സിമ്പിൾ ആയിട്ട് ആൻസർ ചെയ്തു. We have one more clue. AC is equal to root 164. ACയുടെ ലെങ്ത് റൂട്ട് 164 എന്ന് നമുക്ക് തന്നിട്ടുണ്ട്. The second question, find the length of AB. ABയുടെ ലെങ്ത് ഫൈൻഡ് ചെയ്യണം. നമുക്ക് തന്നിരിക്കുന്ന ക്ലൂ ഇവിടെ തീർന്ന് എന്ത് ചെയ്യും? ശ്രദ്ധിക്കാം. Look at this figure or this triangle ABC. We have this side is x and here is y. Finally, this is 164. Can you see something? It's a right triangle. Since it's a rectangle, so this angle is 90 degree. So, in this case, it's a right triangle. Right triangle ആണെങ്കിൽ we can use Pythagoras theorem, right? അല്ലേ? വേറെ ഏരിയ നമുക്ക് തന്നിട്ടില്ല. ഏരിയ ആണെങ്കിൽ നമുക്ക് അത് യൂസ് ചെയ്യായിരുന്നു. പക്ഷെ അവിടെ ഏരിയ അല്ല തന്നിട്ടുള്ളത്. We have the 3 sides of this right triangle. So we can use Pythagoras theorem. According to Pythagoras theorem, base square plus altitude square is equal to hypotenuse the square. Like this. Clear? Okay, base square, that is x square, plus altitude square, y square is equal to hypotenuse square, root 164 square. But you can see there are 2 variables x and y. But we have another equation contains x and y. So here we can eliminate y using y is equal to 18 minus x. We can substitute this one. Like x in angodu kondoyada. This one into that equation. So y ku pagaram 18 minus x nu koduttal we will get x square plus 18 minus x all square is equal to idina square cheyuma root cut ആയി പോവും. So 164. റൂട്ടും സ്ക്വയറും കട്ട് ആയി പോവും. Now we will get an equation like this. ഇനി ഇക്വേഷൻ സോൾവ് ചെയ്യണം. എങ്ങനെ ഇക്വേഷൻ സോൾവ് ചെയ്യാം? സിമ്പിൾ. ഇവിടെ a minus b all square ഫോർമുലയാണ്. ഈ ബ്രാക്കറ്റ് എക്സ്പാൻഡ് ചെയ്യാതെ നമുക്ക് ഇതിനൊന്നും ചെയ്യാൻ കഴിയില്ല. അപ്പോൾ സ്ക്വയർ ഒഴിവാക്കിയുടെ എന്നൊരു ചോദ്യം ഉണ്ടാവും. ഒഴിവാക്കാൻ പറ്റുമോ? ഇല്ല. എന്താ ഒഴിവാക്കാൻ പറ്റാത്തത്? ഇവിടെ സ്ക്വയർ ഉണ്ടല്ലോ രണ്ടാൾക്കും. കാര്യമില്ല. സ്ക്വയർ ഒഴിവാക്കാൻ കഴിയില്ല. ആർക്കും അറിയോ? മൊത്തത്തിനൊരു സ്ക്വയർ വരുമ്പോൾ മാത്രമേ ഒഴിവാക്കാൻ കഴിയുള്ളൂ. ഇവിടെ അങ്ങനെ അല്ല. എക്സിനൊരു സ്ക്വയറും 18 മൈനസ് എക്സിന് വേറെ സ്ക്വയറുമാണ്. മൊത്തത്തിനൊരു സ്ക്വയർ അല്ല. മൊത്തത്തിനൊരു സ്ക്വയർ വന്നാൽ മാത്രമേ ഒഴിവാക്കാൻ കഴിയുള്ളൂ, അല്ലെങ്കിൽ ഒഴിവാക്കരുത്. അങ്ങനെ തന്നെ കീപ്പ് ചെയ്യാം. സോ പിന്നെ നമുക്ക് മുന്നിലുള്ള ഓപ്ഷൻ എന്ന് പറഞ്ഞാൽ ബ്രാക്കറ്റ് എക്സ്പാൻഡ് ചെയ്യുക എന്നുള്ള. ഞാൻ ബ്രാക്കറ്റ് എക്സ്പാൻഡ് ചെയ്തു. Now you can see it is of the form a minus b all square, and we know a minus b all square is equal to a square minus 2ab plus b square. Then a minus b all square expansion. Using that expansion we can expand this. This is x square plus then x square. This is a minus b all square. Instead of a and b you can see 18 and x. So a square എന്ന് പറയുമ്പോൾ എന്താവും? 18 square minus 2ab എന്ന് പറയുമ്പോഴോ 2 into a 18 into b that is x plus b square എന്ന് പറയുമ്പോഴോ x ന്റെ സ്ക്വയർ is equal to 164 എന്നായിട്ട് മാറി. Like this. So ഇതൊന്ന് നമുക്ക് റെഡ്യൂസ് ചെയ്യാം. You can see there is an x square and here is also an x square. x square plus x square എന്തായിട്ട് മാറും? We will get it as 2x square. പിന്നെ x ന്റെ ടേം 2 into 18 36 into x, so minus 36x. Then 18 square, that is 324. ഞാൻ ഈ 164 അങ്ങോട്ട് കൊണ്ടുവന്നു, കാരണം എല്ലാ കോൺസ്റ്റന്റ് ടേമും ഇങ്ങോട്ട് വരട്ടെ, is equal to 0. അങ്ങനെ കിട്ടി.
So this is 2x square plus 36x plus 160 is equal to 0 എന്നായിട്ട് മാറി. 324 minus 164. ഇവിടെ എക്സ് സ്ക്വയറിന്റെ കോഎഫിഷ്യന്റ് 2 ആ. സോ നമുക്ക് മൊത്തമായിട്ട് ഒരു 2 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ എന്തായിട്ട് വരും? അത് നമുക്ക് 1 ആക്കി മാറ്റാൻ കഴിയും. കാരണം പെർഫെക്റ്റ് സ്ക്വയർ മെത്തേഡ് അല്ലെങ്കിൽ കംപ്ലീറ്റ് ഇൻ ദ സ്ക്വയർ മെത്തേഡിന് അത് വേണം. എക്സ് സ്ക്വയറിന്റെ കോഎഫിഷ്യന്റ് 1 ആയിരിക്കണം. സോ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ ഇറ്റ് വിൽ ബിക്കം എക്സ് സ്ക്വയർ. ഇറ്റ് ഈസ് 18x ആൻഡ് ഹിയർ ഇറ്റ് ഈസ് 80 is equal to 0 എന്നായിട്ട് മാറി. ഓക്കെ, ഈ രീതിയിലേക്കാണ് നമുക്ക് കിട്ടുക. ഇനി ബാക്കി സോൾവ് ചെയ്യാൻ നിങ്ങൾക്ക് അറിയാലോ, സോൾവ് ചെയ്യാം. ഓക്കെ, അല്ലെങ്കിൽ ഞാൻ ഈ ഒരു ക്വസ്റ്റ്യൻ ജസ്റ്റ് ഒന്ന് സ്റ്റാർട്ട് ചെയ്ത് തരാം. അതായത് എക്സ് സ്ക്വയർ എഴുതി മൈനസ് 18x എഴുതി, എക്സിൻ്റെ കോഎഫിഷ്യന്റ് -18, അതിൻ്റെ ഹാഫ് -9, അതിൻ്റെ സ്ക്വയർ 81. 81 തേർഡ് ടേം ആയിട്ട് ആഡ് ചെയ്യുക. സോ 81 ആഡ് ചെയ്തു, പിന്നെ ഇവിടെയുള്ള 80 ഉണ്ട്, ഇസ് ഈക്വൽ ടു റൈറ്റ് സൈഡിലും 81 ആഡ് ചെയ്തു. ആക്ച്വലി ചെയ്തത്രേ ഉള്ളൂ, രണ്ട് സ്ഥലത്തും 81 ആഡ് ചെയ്തു. ഇനി നമുക്ക് എന്ത് ചെയ്യാൻ കഴിയുമെന്ന് വെച്ചാൽ ഈ 3 ആളുകളെ എക്സ് -9 ഹോൾ സ്ക്വയർ എഴുതാൻ കഴിയും. അറിയാലോ, എക്സ് സ്ക്വയറിന്റെ റൂട്ട് എക്സ്, -18ന്റെ ഹാഫ് -9 ഹോൾ സ്ക്വയർ. ഈ 80 റൈറ്റ് സൈഡിലേക്ക് കൊണ്ടുപോയാൽ 81 മൈനസ് 80 എന്നായിട്ട് മാറി. ദാറ്റ് വിൽ ബിക്കം 1. സോ ദാറ്റ് ഈസ് എക്സ് -9 is equal to √1. √1 എന്ന് പറഞ്ഞാൽ പ്ലസ് ഓർ മൈനസ് 1. സോ വി ക്യാൻ സ്പ്ലിറ്റ് ഇറ്റ് ഇൻ ടു 2. വൺ ഈസ് എക്സ് -9 is equal to 1 ആൻഡ് അനദർ വൺ എക്സ് -9 is equal to -1. ഞാൻ -9 റൈറ്റ് സൈഡിലേക്ക് കൊണ്ടുപോയാൽ എക്സ് is equal to 1 plus 9 that is equal to 10. X can be 10 and here it is x is equal to -1 plus 9 that is equal to 8. So x can be 10 or x can be 8. അങ്ങനെ വരാം. പക്ഷേ എക്സും വൈയും ലെങ്ത്തും ബ്രെഡ്ത്തുമാണ്. അപ്പോൾ വലുതാണ് ലെങ്ത് എടുക്കാൻ ഏറ്റവും നല്ലത്. സോ എക്സ് ആരെടുക്കാം? നമുക്ക് എക്സ് 10 or 8 എടുക്കാം. പക്ഷേ എക്സ് 10 or 8 എടുക്കുമ്പോൾ നമുക്കറിയാം രണ്ടും കൂടി ആഡ് ചെയ്താൽ 18 വരേണ്ടത്. അപ്പോൾ എക്സ് 10 എടുക്കുകയാണെങ്കിൽ വൈ 8 വരും, എക്സ് 8 എടുക്കുകയാണെങ്കിൽ വൈ 10 വരും. സോ വൈ ചെറുതാവാണ് നല്ലത്. സോ അതുകൊണ്ട് എക്സ് എന്ന് പറയുന്നത് 10 ആണ് എന്നും വൈ എന്ന് പറയുന്നത് രണ്ടും കൂടി കൂട്ടിയാൽ 18 വരേണ്ടതിനോട് 8 ആണ് എന്നും നമുക്ക് സിമ്പിളായിട്ട് പറയാം. അങ്ങനെ കിട്ടി, സിമ്പിളാണ്. ഓക്കെ, 4 മാർക്കിന് ചോദിച്ച ചോദ്യമാണ് 2020. Now look at the question from SSLC 2019. If x is a natural number, what number is to be added to x square plus 6x? We have x square plus 6x. The question is, what number should be added to this to get a perfect square? ഈ സ്ക്വയർ കംപ്ലീഷൻ മെത്തേഡ് ഞാൻ പറഞ്ഞല്ലോ, സ്ക്വയർ കംപ്ലീഷൻ മെത്തേഡ് നമ്മുടെ ഫോക്കസ് ഏരിയയിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ സ്ക്വയർ കംപ്ലീഷൻ മെത്തേഡിനെ മാത്രം ഫോക്കസ് ചെയ്യുന്നൊരു ക്വസ്റ്റ്യൻ ഉണ്ടെന്ന് ഞാൻ പറഞ്ഞത് ഓർമ്മയുണ്ടോ? ആ ക്വസ്റ്റ്യൻ ഈ ക്വസ്റ്റ്യനാണ്. ഇത് 2019 ചോദിച്ചു. ഇത് നിങ്ങൾക്ക് ചോദിക്കാൻ ചാൻസ് ഉള്ളൊരു ക്വസ്റ്റ്യനിൽ പെട്ടതാ, നമ്പർ മാറ്റിയിട്ട് ചാൻസ് ഉള്ളൊരു ക്വസ്റ്റ്യനാണ്. അവിടെ കെയർ ചെയ്യാം. ഓക്കെ, ഇത് ചാൻസ് ഉണ്ട് ക്വസ്റ്റ്യൻ ഒരു രീതിയിൽ അല്ലെങ്കിൽ മറ്റൊരു രീതിയിൽ. എന്തതിൻ്റെ ട്രിക്ക് എന്നുള്ളത് ശ്രദ്ധിച്ചോളൂ. എക്സ് സ്ക്വയർ പ്ലസ് 6x പെർഫെക്റ്റ് സ്ക്വയർ ആക്കി മാറ്റണം. എന്താ പറഞ്ഞ്? ടു ഗെറ്റ് എ പെർഫെക്റ്റ് സ്ക്വയർ ആക്കി മാറ്റണം. അതിനെന്താ ചെയ്യേണ്ടതെന്നാ? അതാണ് മക്കളെ ശരിക്കും ആര് പഠിപ്പിക്കുന്നത്? സ്ക്വയർ കംപ്ലീഷൻ മെത്തേഡ് പഠിപ്പിക്കുന്നത്. ഒരു ക്വാഡ്രാറ്റിക്കിനെ സെക്കൻഡ് ഡിഗ്രിയെ പെർഫെക്റ്റ് സ്ക്വയർ ആക്കി മാറ്റാനാണ് ആര് പഠിപ്പിക്കുന്നത്? സ്ക്വയർ കംപ്ലീഷൻ പഠിപ്പിക്കുന്നത്. നോക്കാം നമുക്ക് ശരിക്കും എന്താ ചെയ്യേണ്ടത്. എക്സ് സ്ക്വയറിന്റെ കോഎഫിഷ്യന്റ് 1 ആയിരിക്കണം. ആണ്. എക്സിന്റെ കൂടെയുള്ള നമ്പറിന്റെ ഹാഫിന്റെ സ്ക്വയർ ആയിരിക്കണം തേർഡ് ടേം. എക്സിന്റെ കൂടെ അവിടെ ആരാ? 6. 6ന്റെ ഹാഫ് 3, അതിന്റെ സ്ക്വയർ 9 ആയിരിക്കണം തേർഡ് ടേം. അപ്പൊ ഞാൻ തേർഡ് ടേം 9 ആഡ് ചെയ്താൽ എക്സ് സ്ക്വയർ പ്ലസ് 6x പ്ലസ് 9. Now look at this. This can be written as x plus 3 the whole square. അല്ലേ? 3 square 9 ആ. 2ab എന്ന് പറയുമ്പോൾ 2 into x into 3 6x ആ. റെഡിയാ. എക്സിന്റെ സ്ക്വയർ എക്സ് സ്ക്വയറും ആ. പെർഫെക്റ്റ് ആ. സോ നമുക്ക് ഇങ്ങനെ എഴുതാൻ കഴിഞ്ഞു. നമ്മൾ നേരത്തെ പറഞ്ഞിരുന്ന സെയിം സാധനം ഞാൻ വീണ്ടും ചോദിക്കാം. എന്താ ഈ പെർഫെക്റ്റ് സ്ക്വയർ എന്ന് പറഞ്ഞാൽ? പെർഫെക്റ്റ് സ്ക്വയർ എന്ന് പറഞ്ഞാൽ ഒന്നെങ്കിൽ റൂട്ട് കിട്ടുന്ന ആള്. ഇത് വേരിയബിൾ ആയതുകൊണ്ട് റൂട്ട് കിട്ടുമോ ഇല്ലെന്ന് നമുക്ക് പെട്ടെന്ന് പറയാൻ കഴിയില്ല. രണ്ടാമത്തെ രീതി ഓൾ സ്ക്വയർ എന്ന് എഴുതിയാൽ പെർഫെക്റ്റ് സ്ക്വയറാ. ഇപ്പം ഇതിനാരാ എങ്ങനെ എഴുതിയേ? എക്സ് പ്ലസ് 3 ഓൾ സ്ക്വയർ എന്ന് എഴുതി. അങ്ങനെ എഴുതാൻ പറ്റിയത് എന്തുകൊണ്ടാ? ഈ രൂപത്തിൽ വന്നതുകൊണ്ടാ. അതായത് ഫൈനലി 9 അടക്കം വന്നതിനോടാ.
അപ്പൊ ഇതിനെ പെർഫെക്റ്റ് സ്ക്വയർ ആക്കണമെങ്കിൽ, അതായത് ഹോൾ സ്ക്വയർ ആക്കണമെങ്കിൽ ആര് ആഡ് ചെയ്യണം? 9 ആഡ് ചെയ്യണം. സിമ്പിൾ അല്ലേ? അപ്പൊ നമുക്ക് എന്ത് മനസ്സിലായി? വി വാണ്ട് ടു ആഡ് 9. ഇതൊന്നും എഴുതേണ്ട ആവശ്യമൊന്നുമില്ല. ഈ ക്വസ്റ്റ്യൻ ആൻസർ ചെയ്യുമ്പോൾ ഞാൻ കാണിച്ചു തന്നതാണ്. ഓക്കെ, സോ നമുക്ക് പറയാം എന്ത്? ആഡ് 9 ആണ് ആഡ് ചെയ്യേണ്ടത് അല്ലേ? എക്സിന്റെ കൂടെയുള്ള നമ്പറിന്റെ ഹാഫിന്റെ സ്ക്വയർ ആഡ് ചെയ്യണം. അതാണ് തേർഡ് ടേം ആയിട്ട് വരേണ്ടത്. ഓക്കെ, now we can go to the second question, B question. If x square plus ax plus 16 is a perfect square, is a perfect square. ഇത് പെർഫെക്റ്റ് സ്ക്വയർ ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. എടാ ഞാൻ ചോദിക്കട്ടെ, എപ്പോഴാ പെർഫെക്റ്റ് സ്ക്വയർ ആവുക? സ്ക്വയർ കംപ്ലീഷൻ മെത്തേഡിൽ കറക്റ്റ് പറയുന്നുണ്ട് ഇതൊരു പെർഫെക്റ്റ് സ്ക്വയർ ആണോ? എക്സിന്റെ കൂടെയുള്ള നമ്പർ, അതായത് എ, അതിന്റെ ഹാഫ് a/2, അതിന്റെ സ്ക്വയർ എന്ന് പറയുന്നത് തേർഡ് ടേം ആവണം. അപ്പൊ എന്റെ ഹാഫിന്റെ സ്ക്വയർ തേർഡ് ടേം ആയിരിക്കണം. ഇറ്റ് ഷുഡ് ബി 16 a/2 ഹോൾ സ്ക്വയർ. സോ അങ്ങനെയാണെങ്കിൽ ഞാൻ രണ്ട് സ്ഥലത്തൊന്ന് സ്ക്വയർ ചെയ്തോട്ടെ. സ്ക്വയർ ചെയ്ത് എന്താ കിട്ടുക? a സ്ക്വയർ ബൈ 4 ഇസ് ഈക്വൽ ടു 16 എന്നായിട്ട് മാറി. ഞാൻ ഈ 4നെ റൈറ്റ് സൈഡിലേക്ക് തട്ടിയാൽ, ഓക്കെ, റൈറ്റ് സൈഡിലേക്ക് തട്ടിക്കഴിഞ്ഞാൽ 4നെ റൈറ്റ് സൈഡിലേക്ക് തട്ടിക്കഴിഞ്ഞാൽ എന്താ കിട്ടുക? a സ്ക്വയർ ഇസ് ഈക്വൽ ടു 4 into 16, ദാറ്റ് ഈസ് 64 എന്ന് മനസ്സിലായി. അപ്പൊ a എന്ന് പറഞ്ഞാൽ √64 ആയി. √64 എന്ന് പറഞ്ഞാൽ +or-8. a എന്ന് പറയുന്നത് 8 ആകാം അല്ലെങ്കിൽ -8 ആകാം. ബോത്ത് ആർ പോസിബിൾ. ക്ലിയർ? Now look at the C question. If x square plus ax plus b is a perfect square, അതായത് given that x square plus ax plus b is a perfect square, is a perfect square. Okay, ഇതൊരു പെർഫെക്റ്റ് സ്ക്വയർ ആണ് നമ്മളോട് പറഞ്ഞിട്ടുണ്ട്. Here we want to prove that a square is equal to 4 into b. നോക്കാം നമുക്ക്. ആക്ച്വലി ഇതൊരു പെർഫെക്റ്റ് സ്ക്വയർ ആണെങ്കിൽ എന്താ അതിൻ്റെ പ്രത്യേകത? എക്സിന്റെ കൂടെയുള്ള നമ്പർ എ, അതിൻ്റെ ഹാഫ്, അതിൻ്റെ സ്ക്വയർ ആരായിരിക്കും? കോൺസ്റ്റന്റ് ടേം ആയിരിക്കും. ഇതൊരു പെർഫെക്റ്റ് സ്ക്വയർ ആണെങ്കിൽ എക്സിന്റെ കൂടെയുള്ള നമ്പറിന്റെ ഹാഫിന്റെ സ്ക്വയർ കോൺസ്റ്റന്റ് ടേം ആയിരിക്കും. അതാണ് സ്ക്വയർ കംപ്ലീഷൻ മെത്തേഡ് പറയുന്നത്. സോ a/2 ഹോൾ സ്ക്വയർ ഷുഡ് ബി b. ഞാൻ ഇതിനെ സ്ക്വയർ ചെയ്താൽ എന്റെ സ്ക്വയർ a സ്ക്വയർ, 2ന്റെ സ്ക്വയർ 4 ഇസ് ഈക്വൽ ടു b എന്നായിട്ട് മാറി. ഞാൻ ഈ ലെഫ്റ്റ് സൈഡിലുള്ള 4നെ അങ്ങോട്ട് കൊണ്ടുപോയാൽ ഡിവിഷൻ 4 അങ്ങോട്ട് കൊണ്ടുപോകുമ്പോൾ മൾട്ടിപ്ലിക്കേഷൻ ആയിട്ട് മാറി. ദാറ്റ് ഈസ് a സ്ക്വയർ ഇസ് ഈക്വൽ ടു 4b. അതാണ് നമ്മളോട് പ്രൂവ് ചെയ്യാൻ വേണ്ടി പറഞ്ഞിട്ടുള്ളത്. സിമ്പിൾ. 4 മാർക്സിന് ചോദിച്ചാണ് 2019. ക്ലിയർ? Now look at another one. It's also from 2019 SSLC. Land is acquired from for road widening from a square ground as shown in the figure. The width of the acquired land is 2 meter. Area of the remaining ground is 440 square meters. അതായത് നമ്മുടെ കയ്യിൽ ഒരു ഗ്രൗണ്ട് ഉണ്ടായിരുന്നു, വലിയൊരു ഗ്രൗണ്ട്. ഈ ഗ്രൗണ്ടിൽ 2 മീറ്റർ വിടുത്ത് നമ്മൾ റോഡ് ഡെവലപ്മെന്റിന് വേണ്ടി വിട്ടുകൊടുത്തു. ഓക്കെ, ബാക്കി നമ്മുടെ കയ്യിൽ ഇതൊരു സ്ക്വയർ ഗ്രൗണ്ട് ആയിരുന്നു കേട്ടോ. ഓക്കെ, സ്ക്വയർ ഗ്രൗണ്ട് ആയിരുന്നു. ഇനി നമ്മുടെ കയ്യിൽ ബാക്കിയുള്ളത് എത്രയെന്ന് വെച്ചാൽ ഇതാ ഇത്രയാണ്. ഇതാണ് നമ്മുടെ കയ്യിൽ ബാക്കിയുള്ളത്. ഒന്നാമത്തെ ചോദ്യം, വാട്ട് ഈസ് ദ ഷേപ്പ് ഓഫ് ദി റിമൈനിങ് ഗ്രൗണ്ട് എന്നാണ്. റിമൈനിങ് ഗ്രൗണ്ടിന്റെ ഷേപ്പ് എന്താ? സ്ക്വയർ ആണോ? അത് അല്ല. കാരണം ലെങ്ത്തും ബ്രെഡ്ത്തും ഉണ്ടായിരുന്നു. ഇത്രയും പോഷൻ നമ്മൾ ഒഴിവാക്കി. എന്നാൽ ബ്രെഡ്ത്തിനൊരു മാറ്റം വന്നിട്ടില്ല, പഴയ ബ്രെഡ്ത്ത് തന്നെ. എന്നാൽ ലെങ്ത്ത് കുറഞ്ഞു. സോ ഇതൊരു സ്ക്വയർ അല്ല. ഇതെന്താണ്? ഒരു റെക്റ്റാങ്കിൾ ആണ്. ഇറ്റ്സ് നോട്ട് എ സ്ക്വയർ ബട്ട് ഇറ്റ്സ് എ റെക്റ്റാങ്കിൾ. വാട്ട് ഈസ് ദ ലെങ്ത് ഓഫ് ദി റിമൈനിങ് ഗ്രൗണ്ട് എന്നാണ് ചോദ്യം. റിമൈനിങ് ഗ്രൗണ്ടിന്റെ ലെങ്ത് എന്താണ് നോക്കാം നമുക്ക്. നമ്മളെന്താ ചെയ്യുക? സ്ഥിരം പരിപാടി ലെങ്ത്തും ബ്രെഡ്ത്തും എക്സും കൊടുക്കാം അല്ലേ? സോ എക്സും വൈയും കൊടുക്കാം. അതിന് മുമ്പ് നമുക്ക് ചെയ്യാവുന്ന ഒരു കാര്യം എന്ന് വെച്ചാൽ, ഞാൻ ഈ ഒരു കാര്യത്തിന് എക്സ് എന്ന് കൊടുത്താലോ? ഇതാണല്ലോ നമ്മളോട് ചോദിച്ചത്. ഇതിന് ഞാൻ എക്സ് എന്ന് കൊടുത്തു. സോ അങ്ങനെയാണെങ്കിൽ ബ്രെഡ്ത്ത് എന്താ ഉണ്ടാവുക? വാട്ട് അബൌട്ട് ദ ബ്രെഡ്ത്ത്? ഞാൻ പറയുന്നു ഇത് x+2 ആയിരിക്കും. വൈ ഇറ്റ് ഈസ് ലൈക്ക് ദാറ്റ്? സിമ്പിൾ. ഈ വലിയത് ഒരു സ്ക്വയറാന്നൊരു ക്ലൂ തന്നിട്ടുണ്ട്, ശരിയല്ലേ?
എടാ ഇത് എക്സും ഇത് 2 ആണെങ്കിൽ ഈ ടോട്ടൽ ലെങ്ത് എന്തായിട്ട് മാറി? ഇവിടെ മുതൽ ഇവിടെ വരെ ദിസ് ഇസ് എക്സ് പ്ലസ് 2. വലിയ റെക്ടാങ്കിൾ ഒരു സ്ക്വയർ ആണ്. അപ്പൊ ഇത് എക്സ് പ്ലസ് 2 ആണെങ്കിൽ ഇതും എക്സ് പ്ലസ് 2 തന്നെ ആയിരിക്കും. സിമ്പിൾ അല്ലേ? ഇനി നമ്മൾ നോക്കേണ്ട എന്താ, ആരുടെ ഏരിയ ആണ് തന്ന് നോക്കുക. ആരുടെ ഏരിയ തന്ന്? ഓക്കെ, ഏരിയ ഓഫ് ദി ഗ്രൗണ്ട് അല്ലേ? റിമൈനിങ് ഗ്രൗണ്ടിന്റെ ഏരിയ തന്നിട്ടുണ്ട്. ആൻഡ് വി നോ ദ ഏരിയ ഇസ് ലെങ്ത് ഇൻടു ബ്രെഡ്ത്ത്. ആരാ ലെങ്ത് ആയി വന്നത്? എക്സ്. ആരാ ബ്രെഡ്ത്ത് ആയി വന്നത്? എക്സ് പ്ലസ് 2 ഇസ് ഈക്വൽ ടു എത്രയാമോ തന്നിട്ടുള്ളത്? ഏരിയ 440 അല്ലേ? ഇങ്ങനെ നമുക്ക് ഏരിയ കിട്ടിയിട്ടുള്ളത്. കാരണം ഇതാണ് നമ്മുടെ ഏരിയ തന്നിട്ടുള്ള റീജിയൻ, ഗ്രൗണ്ട്. അതിന്റെ ലെങ്ത് എക്സ്, അതിന്റെ ബ്രെഡ്ത്ത് എക്സ് പ്ലസ് 2. സോ ബ്രാക്കറ്റ് എക്സ്പാൻഡ് ചെയ്താൽ എക്സ് ഇൻറ്റു എക്സ് ബിക്കം എക്സ് സ്ക്വയർ പ്ലസ് എക്സ് ഇൻറ്റു 2 ദാറ്റ് ഈസ് 2x. ഈ 440 ഇങ്ങോട്ട് കൊണ്ടുവന്നാൽ മൈനസ് 440 ഈസ് ഈക്വൽ ടു 0 എന്ന ഇക്വേഷനിലേക്ക് എത്തി. ഇക്വേഷൻ കിട്ടി. എന്തൊരു എളുപ്പത്തിലാണ് കിട്ടിയത് അല്ലേ? ഇനി നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു മെത്തേഡ് വെച്ചിട്ട് ഇതിനെ സോൾവ് ചെയ്യാം. ഏത് മെത്തേഡ് വെച്ചിട്ട് നിങ്ങൾക്ക് ഇതിനെ സോൾവ് ചെയ്യാം? സ്ക്വയർ കംപ്ലീഷൻ മെത്തേഡ് യൂസ് ചെയ്യാം. ശ്രദ്ധിക്കാം. Now we can jump to the next question. The algebraic form for the sum of first n terms of an arithmetic sequence is 2n square plus 8n. എന്താ പറഞ്ഞിട്ടുള്ളത്? ആൾജിബ്രൈക് ഫോം ഓഫ് സമ്മ. നമ്മൾ അതിനെ വിളിക്കൽ എന്താ? SN അല്ലേ? It is given as 2n square plus 8n. ആയിക്കോട്ടെ. How many terms, how many consecutive terms of this sequence starting from the first are to be added to get 330? എന്താ പറഞ്ഞത്? How many terms are needed to get the sum 330? എത്ര ടേംസ് ആഡ് ചെയ്താലാണ് 330 സം ആയിട്ട് കിട്ടുക എന്നാണ് ചോദ്യം. എത്ര ടേംസ് ആഡ് ചെയ്താലാ 330 സമ്മ കിട്ടാം? അപ്പൊ തന്നതെന്താ? സമ്മ. തന്നതെന്താ? സമ്മ. സമ്മാണ് 330. എത്ര ടേംസിന്റെ സമ്മ അറിയൂല, അത് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. സോ നമുക്ക് എത്ര ടേംസിന്റെ സമ്മ എന്നറിയില്ല. സം ഓഫ് ദി ഫസ്റ്റ് ഫ്യൂ ടേംസ് ആണ്, അത് നമുക്കറിയാം. സം ഓഫ് ദി ഫസ്റ്റ് കോൺസിക്യൂട്ടീവ് ടേംസ് ആണ്. വാട്ട് ഈസ് ആക്ച്വലി SN? SN എന്ന് പറഞ്ഞാൽ സം ഓഫ് ദി ഫസ്റ്റ് n ടേംസ് എന്നല്ലേ? ആൻഡ് ഹിയർ വാട്ട് ഈസ് ദ സം? 330. സം ഓഫ് ദി ഫസ്റ്റ് ഫ്യൂ ടേംസ് ഇസ് 330. അപ്പൊ ഇത് രണ്ടും ഒന്ന് തന്നെയല്ലേ? എടാ, ഈ SN എന്ന് പറഞ്ഞാൽ സം ഓഫ് ദി ഫസ്റ്റ് n ടേംസ്. അത് സം ഓഫ് ദി ഫസ്റ്റ് ഫ്യൂ ടേംസ്. ഈ ഫ്യൂ എന്ന് പറഞ്ഞാൽ നമുക്ക് എത്രയെന്ന് അറിയില്ല. സോ ലെറ്റ് ഇറ്റ് ബി n ടേംസ്. n ടേംസ് ആണ് അസ്യൂം ചെയ്യുക. അങ്ങനെ ചെയ്താൽ വി ക്യാൻ സേ ദാറ്റ് SN is equal to 330. കാരണം തന്നിരിക്കുന്നത് സമ്മാണ്. സമ്മ് തന്നിട്ട് നമ്പർ ഓഫ് ടേംസ് ചോദിച്ചാൽ അത് സാധാരണ രീതിയിൽ ക്വാഡ്രാറ്റിക് ഇക്വേഷൻ, സെക്കൻഡ് ഡിഗ്രി ഇക്വേഷനിലേക്കാണ് പോവുക. സമ്മ് എന്ന് പറഞ്ഞാൽ കോൺസിക്യൂട്ടീവ് ടേംസിന്റെ സമ്മ് കേട്ടോ, എല്ലാ ടേംസിന്റെ സമ്മ്. അത്തരം ക്വസ്റ്റ്യൻസ് ചോദിക്കാം. സോ ഹിയർ SN is equal to 330. SN എന്ന് പറഞ്ഞാൽ അവിടെ എത്രയാ? ദാറ്റ് ഈസ് 2n സ്ക്വയർ പ്ലസ് 8n is equal to 330. പോരട്ടെ 330 ലെഫ്റ്റ് സൈഡിലേക്ക്. സോ വി വിൽ ഗെറ്റ് 2n സ്ക്വയർ പ്ലസ് 8n മൈനസ് 330 is equal to 0. n സ്ക്വയറിന്റെ കൂടെ 2 ഉണ്ട്. 18 330 ഒക്കെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ കഴിയും. നമ്മിനൊന്നും നോക്കണ്ട, 2 കൊണ്ട് അങ്ങ് ഡിവൈഡ് ചെയ്യാം. അപ്പം എന്താ കിട്ടുക? വി വിൽ ഗെറ്റ് ഹിയർ ഇറ്റ് ഈസ് n സ്ക്വയർ പ്ലസ് 4n മൈനസ് 165 is equal to 0. It's a second degree equation. You can easily solve those equation, right? Okay, നിങ്ങൾക്ക് സ്ക്വയർ കംപ്ലീഷൻ മെത്തേഡ് തന്നെ യൂസ് ചെയ്യാം, സുഖമായിട്ട് സോൾവ് ചെയ്യാം. ഓക്കെ, ശ്രദ്ധിക്കുക. We have one more question from 2018. തൊട്ടുമുമ്പത്തെ ക്വസ്റ്റ്യൻ 2018 തന്നെയാണ്. ഓക്കെ, 2018 ആണ് SSLC. ഇത് 2018 SSLC എന്നാണ് ക്വസ്റ്റ്യൻ. എ റോപ്പ് ഓഫ് ലെങ്ത്, കുറച്ച് സ്റ്റാൻഡേർഡ് ക്വസ്റ്റ്യൻ ആണിത്. ഓക്കെ, ഞാൻ നിങ്ങൾക്ക് ഹോംവർക്ക് ആയിട്ട് നൽകുകയാണ്, പക്ഷേ സ്റ്റാർട്ടിങ്ങിലുള്ളതൊക്കെ ഞങ്ങൾക്ക് പറഞ്ഞുതരാം, ശ്രദ്ധിക്കാം. എ റോപ്പ് ഓഫ് ലെങ്ത് 40 meters is cut into 2 pieces and 2 squares are made on the floor with them. ഓക്കെ, അതായത്
നമ്മളോട് പറഞ്ഞത് വലിയൊരു സ്ക്വയർ പീസ് ഒരു റോപ്പ് ഉണ്ടായിരുന്നു. ഈ റോപ്പ് 2 പാർട്ടാക്കി മാറ്റി. അതിൽ ഒരു പാർട്ട് യൂസ് ചെയ്തിട്ട് ഒരു സ്ക്വയർ ഉണ്ടാക്കി, സെക്കൻഡ് പാർട്ട് യൂസ് ചെയ്തിട്ട് മറ്റൊരു സ്ക്വയർ ഉണ്ടാക്കി. ഓക്കെ, then the sum of the area enclosed is 58 square meter. അതായത് ഈ രണ്ടെണ്ണത്തിനെയും ഏരിയ ആഡ് ചെയ്താൽ 58 ആണ്. എന്നിട്ട് ചോദ്യം എന്താ? ഇഫ് ദ ലെങ്ത് ഓഫ് വൺ പീസ് ഈസ് ടേക്കൺ ആസ് എക്സ്, അതായത് ഈ പീസിന് ഞാൻ എക്സ് എന്ന് കൊടുത്താൽ വാട്ട് ഈസ് ദ ലെങ്ത് ഓഫ് ദി അതർ പീസ് എന്നാണ് ചോദ്യം. ഇയാൾ എന്തായിരിക്കുന്നത്? ഇയാൾ എത്ര ഉണ്ടാവുക? എടാ ടോട്ടൽ നമ്മളോട് പറഞ്ഞിട്ടുള്ളത് 40 എന്നല്ലേ? അപ്പൊ ഇത് എക്സ് ആണെങ്കിൽ ഇയാൾ എത്ര ഉണ്ടാവുക? ദിസ് ഇസ് 40 മൈനസ് എക്സ്, ശരിയല്ലേ? അല്ലേ? ടോട്ടൽ 40, അതിൽ ഇത്രയും ഭാഗം എക്സ്, അപ്പൊ ഇത്രയും ഭാഗം 40 നട കുറച്ചാൽ ബാക്കി കിട്ടുന്നതാണ് അതുണ്ടാവുക. ദാറ്റ് ഈസ് 40 മൈനസ് എക്സ്. ഇനി നോക്കേണ്ടത് വാട്ട് ആർ ദ ലെങ്ത് ഓഫ് ദി സൈഡ്സ് ഓഫ് ദി സ്ക്വയർ എന്ന് ചോദിച്ചിട്ടുണ്ട്. റൈറ്റ് ദ ഗിവൺ ഫാക്ട് അബൌട്ട് ഏരിയ ആസ് എ ആൾജിബ്രായിക് ഇക്വേഷൻ ആൻഡ് വാട്ട് ഈസ് ദ ലെങ്ത് ഓഫ് ഈച്ച് പീസ്. അതായത് സെക്കൻഡ് ഡിഗ്രി ഇക്വേഷൻ സോൾവ് ചെയ്യാനുള്ള സ്റ്റെപ്പ് ആയിട്ട് കൃത്യമായിട്ട് കൊടുത്താൽ അപ്പോൾ ഇതെങ്ങനെ സോൾവ് ചെയ്യാൻ നോക്കാം. വി ഹാവ് ദി സം ഓഫ് ഏരിയ, സം ഓഫ് ഏരിയാസ് ഇസ് ഈക്വൽ ടു 58. എങ്ങനെ ചെയ്യാൻ നോക്കാം. ആദ്യം ശ്രദ്ധിക്കേണ്ടത് നമ്മൾ ആ എക്സും വൈ ആർക്ക് കൊടുക്കുന്ന. ഇവിടെ ശ്രദ്ധിക്കേണ്ടത് എക്സ് എന്ന് പറയും നമ്മൾ ഓൾറെഡി കൊടുത്തു കഴിഞ്ഞിട്ടുണ്ട്. സോ നമുക്ക് അക്കാര്യത്തിൽ ടെൻഷൻ ഇല്ല. ഇനി ഈ എക്സിനെ സ്ക്വയറുമായിട്ട് എങ്ങനെ കണക്ട് ചെയ്യുന്നുള്ള അവിടെ ശ്രദ്ധിക്കേണ്ടത്. ഈ ലെങ്ത് യൂസ് ചെയ്തിട്ട് ഞാൻ എന്താ കാട്ടി? ഇതെന്താ ഞാൻ ചെയ്തത്? ആ ലെങ്ത് ആണ് ഈ സ്ക്വയർ ഉണ്ടാക്കാൻ യൂസ് ചെയ്ത്. അതായത് ഇത് പ്ലസ് ഇത് പ്ലസ് ഇത് പ്ലസ് ഇത് അല്ലേ? ഈ എന്ത് ചെയ്യാ? റോപ്പിന്റെ ലെങ്ത്തും ഈ ചുറ്റുള്ള ലെങ്ത്തും സെയിം ആണ്. സോ ഇത് ടോട്ടൽ എക്സ് ആണെങ്കിൽ ഒരു സൈഡ് എത്ര ഉണ്ടാവും? എക്സിൻ്റെ ബൈ 4 ഉണ്ടാവും. കാരണം 4 സൈഡും ഈക്വലാണ്. സോ ഒരു സൈഡ് എക്സ് ബൈ 4 ഉണ്ടാവും. ആൻഡ് സിമിലർലി ഈ ലെങ്ത് ആണ് ഈ പെരിമീറ്റർ ആയി വന്നിട്ടുള്ളത്. ഈ ലെങ്ത് 40 മൈനസ് എക്സ് ആണെങ്കിൽ ഇത് 40 മൈനസ് എക്സ് ബൈ 4 ഉണ്ടാവും. കാരണം 4 സൈഡും ഈക്വലാണ്. ഇനി നിങ്ങൾക്ക് ഏരിയൻ്റെ സമ്മ് യൂസ് ചെയ്യാം. എങ്ങനെ ഏരിയൻ്റെ സമ്മ് യൂസ് ചെയ്യാം? ദിസ് ഇസ് എക്സ് ബൈ 4, ഒരു സൈഡ് അതിൻ്റെ സ്ക്വയർ എന്ന് പറയുമ്പോൾ ഏരിയ, പ്ലസ് അടുത്ത ആളുടെ സൈഡ് എന്ന് പറഞ്ഞാൽ 40 മൈനസ് എക്സ് ഡിവൈഡഡ് ബൈ 4 ആണ്. ഇതിൻ്റെ സ്ക്വയർ എന്ന് പറഞ്ഞാൽ രണ്ടാമത്തെ ആളുടെ ഏരിയ ഇസ് ഈക്വൽ ടു 58 എന്ന് പറയാം. സ്ക്വയർ ചെയ്യുക, 4നെയും സ്ക്വയർ ചെയ്യുക, 4നെയും സ്ക്വയർ ചെയ്യുക, ഇയാളെയും സ്ക്വയർ ചെയ്യുക. ഇവിടെ a മൈനസ് ബി ഹോൾ സ്ക്വയറിൽ ചെയ്യുക. 4ന്റെ സ്ക്വയർ 16 രണ്ട് സ്ഥലത്തും വരും. ഈ 16 റൈറ്റ് സൈഡിലേക്ക് മൂവ് ചെയ്യുക. സോ അങ്ങനെ കൊണ്ടുപോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു സെക്കൻഡ് ഡിഗ്രി ഇക്വേഷനിലേക്ക് നിങ്ങൾക്ക് എത്തിക്കാൻ കഴിയും. അത് നിങ്ങൾ കംപ്ലീറ്റ് ചെയ്തോളാം. ഓക്കെ, സോ ഇത്രയുമാണ് ഈ ഒരു ചാപ്റ്ററിൽ. ശ്രദ്ധിക്കുക, ഞാൻ വീണ്ടും റിപ്പീറ്റ് ചെയ്യുന്നത് ടെക്സ്റ്റിലുള്ള നമ്പർ ടൈപ്പ് ക്വസ്റ്റ്യൻസും റെക്റ്റാങ്കിൾ ടൈപ്പ് ക്വസ്റ്റ്യൻസും സിമ്പിൾ അല്ലെങ്കിൽ ആവറേജ് ലെവലുള്ള ക്വസ്റ്റ്യൻസ് നല്ല പോലെ ഫോക്കസ് ചെയ്ത് പഠിക്കാം. ഒപ്പം ഒരു സെക്കൻഡ് ഡിഗ്രി ഇക്വേഷൻ കൃത്യമായി സോൾവ് ചെയ്യാൻ പഠിക്കണം, അറിഞ്ഞിരിക്കണം. ഇത്രയും പഠിച്ചാൽ നിങ്ങൾക്ക് ഇതിൽ നിന്ന് നല്ല മാർക്ക് സ്കോർ ചെയ്യാൻ കഴിയും. മിക്കവാറും ഫുൾ മാർക്ക് തന്നെ സ്കോർ ചെയ്യാൻ കഴിയും. ഹെവി ക്വസ്റ്റ്യൻസ് കാര്യമായിട്ട് എക്സ്പെക്റ്റ് ചെയ്യേണ്ട, എക്സ്പെഷ്യലി ഈ വർഷത്ത്. സോ നല്ല പോലെ പ്രാക്ടീസ് ചെയ്യുക. ഓക്കെ, നല്ലപോലെ മാർക്ക് സ്കോർ ചെയ്യാൻ കഴിയും. പ്രാക്ടീസ് ചെയ്തുകൊണ്ടേയിരിക്കുക, മാക്സിമം ക്വസ്റ്റ്യൻസ് ട്രൈ ചെയ്തുകൊണ്ടിരിക്കുക. സോ ബെസ്റ്റ് വിഷസ്. സോ താങ്ക് യു.